നമസ്തേ, പുത്തൻപുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ പ്രസാദ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു ശുഭദിനം നേരുന്നു. ഞാൻ MK വിനോദ്. നമുക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അനന്തപുരി യാഗശാലയാകാൻ ഇനി ഒരു ദിനം. ആറ്റുകാലമ്മയ്ക്ക് നൈവേദ്യം അർപ്പിക്കാൻ അവസാനവട്ട ഒരുക്കങ്ങൾ. തലസ്ഥാന നഗരിയിൽ ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. ദർശന സായുജ്യമേകാൻ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന്. പശ്ചിമേഷ്യയിൽ അശാന്തിയുടെ ദിനങ്ങൾ അകലുന്നു. ഒരു മാസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് ഉക്രൈൻ. സന്നദ്ധത അറിയിച്ചത് സൗദിയിൽ നടന്ന ചർച്ചയിൽ. ഉക്രൈനുള്ള സാമ്പത്തിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്ക. പാകിസ്ഥാന് വീണ്ടും തലവേദനയായി ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ. ട്രെയിനിൽ ബന്ദികളാക്കിയ 104 പേരെ മോചിപ്പിച്ചു. പാക് സൈന്യം തട്ടിക്കൊണ്ടുപോയ ബലൂച്ച് നേതാക്കളെ മോചിപ്പിക്കണമെന്ന ആവശ്യം. പാക് സൈന്യവും BLA പോരാളികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. 20 പാക് സൈനികർ ഉൾപ്പെടെ 40ഓളം പേർ കൊല്ലപ്പെട്ടു. കണ്ണൂർ പാനൂരിൽ നടന്നത് BJP പ്രവർത്തകനെ വെട്ടിക്കൊല്ലാനുള്ള CPM ശ്രമം. വധശ്രമത്തിന് വഴിവെച്ചത് രാഷ്ട്രീയ വിരോധമെന്ന FIR. പ്രതികളെത്തിയത് കൊടുവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി. പത്തനംതിട്ട കോന്നിയിൽ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായ നിക്ഷേപകന്റെ നില ഗുരുതരമായി തുടരുന്നു. LDF ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നില്ലെന്ന് വ്യാപക പരാതി. ദിവസവും ബാങ്ക് കയറിയിറങ്ങി നിരവധി പേർ. മരണവഴിയായി പനയമ്പാട്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വീണ്ടും വാഹനാപകടത്തിൽ മരണം. ലോറി നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഇടുക്കി സ്വദേശിക്ക് ദാരുണാന്ത്യം. UEFA ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂൾ പുറത്ത്. കരുത്തരായ ചെമ്പടെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി PSG. പാരീസ് ടീമിന് ക്വാർട്ടറിൽ ആസ്റ്റൺ വില്ല, ക്ലബ് ബ്രൂഷ്യോ എതിരാളികൾ. നാളെയും 2 പുണ്യദിനങ്ങളാണ് അല്ലേ? ചോറ്റാനിക്കര മകം തൊഴലാണ്, നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. ഇതിന് വിശദാംശങ്ങളിലേക്ക് ആറ്റുകാൽ ഈ ചോറ്റാനിക്കര മകം തൊഴിൽ ഉച്ചയ്ക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പം നമുക്ക് ആദ്യം ആറ്റുകാലിലേക്ക് പോവാം. അവിടെ ഒരുക്കങ്ങൾ എന്തായി എന്ന് നോക്കാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി, ട്രിവാൻഡ്രം. ജയലക്ഷ്മി, the bridal destination. SUT Hospital, pioneering the path of healthcare excellence. നമുക്ക് ആറ്റുകാലിലേക്ക് പോകാം. പൊങ്കാലയ്ക്ക് ഒരുങ്ങി ആറ്റുകാൽ ക്ഷേത്രവും അനന്തപുരിയും. നാളെ രാവിലെ 10:15 ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. ഉച്ചയ്ക്ക് 1:15 പൊങ്കാല നിവേദ്യം. ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഭക്തലക്ഷങ്ങളെ കാത്ത് തലസ്ഥാനം. ശാലിനി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഇന്നലെ കണ്ട അനന്തപുരി അല്ല ഇന്ന് കാണുന്നത്. ആകെ ആഘോഷമയമാണ്. അതിനേക്കാൾ ഉപരി ദൂരദേശങ്ങളിൽ നിന്ന് വരെയുള്ള സ്ത്രീജനങ്ങൾ, ഭക്തലക്ഷങ്ങൾ ഇവിടെ വരുന്നു. പലയിടത്തായി പൊങ്കാല അടുപ്പുകൾ ഇപ്പോഴേ തന്നെ നിരന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ടേ തന്നെ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരം പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവി ശരണം. വിനോദ, വീണ, എല്ലാവർക്കും അമ്മേ ശരണം. പൊങ്കാല ആശംസകൾ കൂടി നേരുകയാണ്. ഇനിയിപ്പോൾ
മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പേ ഉള്ളൂ. വീണ സൂചിപ്പിച്ചതുപോലെ ആറ്റുകാൽ ക്ഷേത്ര പരിസരവും അനന്തപുരിയും യാഗശാലയായി മാറാൻ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഭക്തർ ഒരുപക്ഷെ സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്ത് നിന്നും ഉൾപ്പെടെ എത്ര പേർ ഇവിടെ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അർപ്പിക്കാനായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും ഇന്ന് ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം 1 മണി മുതൽ നാളെ വൈകിട്ട് 8 മണി വരെ, രാത്രി 8 മണി വരെ ആണ് ഈ ഒരു ക്ഷേത്രത്തിലും ഒപ്പം തന്നെ നഗര അതിർത്തിയിൽ അടക്കം വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക. കാരണം അത്രയധികം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മാത്രമേ സുഗമമായ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2025 നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. 45 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങളെയാണ് ആറ്റുകാൽ നടയിലേക്ക്, ക്ഷേത്രത്തിലേക്ക്, ഒപ്പം തന്നെ അനന്തപുരിയിലേക്ക് ഇത്തവണ ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയധികം ആഘോഷം, അത്രയധികം ഒരുക്കങ്ങളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4500 പോലീസുകാരാണ് ഇത്തവണ സുരക്ഷയ്ക്കായി ക്ഷേത്ര പരിസരത്തും ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുമായി വിന്യസിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള കരുതൽ സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രധാന നടപ്പന്തലിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പച്ചപ്പന്തൽ നമുക്ക് തൊട്ട് മുന്നിലായി കാണാം. ഇവിടെയാണ് തോറ്റംപാട്ടുകാർ ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇടവേളയാണ്. ഇതിനുശേഷം ഇനി അവരുടെ കണ്ണകി ചരിതത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് അവർ പാടിത്തുടങ്ങും. നാളെയാണ് ആറ്റുകാൽ പൊങ്കാല. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് ഉള്ളത്. പ്രധാന നടപ്പന്തലിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പക്ഷേ രാവിലെ ക്ഷേത്ര നട തുറന്നപ്പോൾ മുതലുള്ള തിരക്ക് അതിപ്പോഴും തുടരുകയാണ്. ക്ഷേത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒപ്പം തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ രാജ്യത്തോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തൊന്നും ഒരിടത്തും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഇപ്പോൾ കൊറോണ കാലത്തെ ഒരു ഇടവേളയൊക്കെ കഴിഞ്ഞ് കൂടുതൽ ഭക്തർ ഇവിടെ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അർപ്പിക്കുന്ന ആ ഒരു ദിവസങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ അത്രയധികം ആവേശത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റും ഒപ്പം തന്നെ ആറ്റുകാൽ നഗരവും എന്നുള്ളതാണ്. കാരണം ഇവിടേക്ക് എത്തുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്ന ഓരോരുത്തരെയും അവരുടെ വീടുകളിലെ അതിഥികളായി ക്ഷണിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ഓരോ വീടുകളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണം കൂടി ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി പൊങ്കാല സ്ഥലങ്ങൾ പിടിച്ച് പൊങ്കാല അടുപ്പുകൾ ക്രമീകരിച്ച് ഇവിടെ എത്തി അമ്മയെ കണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ, ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ അമ്മയെ കണ്ടെന്ന് തൊഴാനുള്ള തിരക്കിലാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭക്തരൊക്കെ ഉള്ളത്. എവിടുന്നാ വരുന്നത്? ഓച്ചിറ. പൊങ്കാല ഇട്ടിട്ട് മടങ്ങാനുള്ള ഒരുക്കത്തിലൊക്കെയാണോ? അതെ. സ്ഥലമൊക്കെ പിടിച്ചോ? എത്ര വർഷമായിട്ട് പൊങ്കാല? ഞാൻ ആദ്യമായിട്ട് വരുക. എന്താ അമ്മയോട് പറയണം? അമ്മയോട് പറയുന്നത് എൻ്റെ മക്കളെയും ഭർത്താവിനെയും രക്ഷിക്കണേന്ന്. അമ്മ എത്ര നാളായി പൊങ്കാല ഇടുന്നു? അമ്മ കുറേ നാളുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി, സുഖമില്ലാത്തത് കൊണ്ട്. പിന്നെ ഈ വർഷം വീണ്ടും വന്നേത്. അടുപ്പൊക്കെ ശരിയാക്കിയോ? അടുപ്പെല്ലാം ശരിയാക്കിയിട്ടാ വന്നേ. ഇത്തവണ ഇരുന്ന് ഈ അപ്പുറത്ത് തന്നെ ആയുർവേദ കോളേജിൻ്റെ. എത്ര പേരുണ്ട്? ഓച്ചിറയിൽ ഫുൾ വണ്ടി പിടിച്ചു? ഒരു വണ്ടി ആൾക്കാർ. സൂചിപ്പിക്കുന്നതല്ല വലിയ ട്രാവലറൊക്കെ പിടിച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇവിടെ എത്തി സ്ഥലം പിടിച്ച് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനുള്ള തിരക്കിലൊക്കെയാണ്. നാളെ ഈ സമയമൊക്കെ ആകുമ്പോൾ ഇവിടെ തോറ്റംപാട്ടുകാർ കണ്ണകി ചരിതത്തിന് അവസാന ഭാഗം പാടി തീർക്കും. 9:45 ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആ ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ നിന്നും, ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്നും അങ്ങനെ അഗ്നി പണ്ടാരടുപ്പിലേക്ക് നൽകാനുള്ള അഗ്നി ക്ഷേത്രത്തിന് ശ്രീകോവിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം 9:45 ശുദ്ധ പുണ്യാഹം കഴിയും. അതിനുശേഷമാണ് പാണ്ഡ്യരാജാവിന്റെ വധം, കണ്ണകി ചരിതത്തിലെ പാണ്ഡ്യരാജാവിന്റെ വധം നടത്തുന്ന ഭാഗം തോറ്റംപാട്ടുകാർ പാടും. അത് പാടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടത്തിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരി ശ്രീകോവിലിൽ നിന്നും ദീപം പകർന്ന് ക്ഷേത്ര തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ പകരും. ഇതേ ദീപം തന്നെ സഹ മേൽശാന്തിമാർ ഏറ്റുവാങ്ങി വലിയ തിടപ്പള്ളിയിലും ഒപ്പം തന്നെ ക്ഷേത്രത്തിന് മുൻവശത്ത് പണ്ടാര അടുപ്പിൽ, പച്ചപ്പന്തലിന് സമീപം തയ്യാറാക്കുന്ന പണ്ടാര അടുപ്പിലേക്കും പകരുന്നതോടുകൂടി ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഇടവേള നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ സായുജ്യം അടഞ്ഞുകൊണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാവുകയും ചെയ്യും. 1:15 പൊങ്കാല നിവേദ്യ ചടങ്ങുകൾ. ഏകദേശം 45 ലക്ഷം സ്ത്രീ ഭക്തജനങ്ങളെയാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നതെന്ന് തന്നെയാണ് ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത്. ഗിന്നസ് റെക്കോർഡൊക്കെ കയറിയിട്ടുണ്ട് എങ്കിൽ പോലും ഒരുപക്ഷെ അതിൽ കൂടുതൽ ഭക്തർ ഇത്തവണ പൊങ്കാല അർപ്പിക്കാനായി എത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വീടുകളും അവരെ സ്വീകരിക്കാൻ, അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗത നിയന്ത്രണത്തോടൊപ്പം തന്നെ KSRTC 700 ബസ്സുകളാണ് ഇത്തവണ
അധിക സർവീസായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ ഭാഗമായി നൽകുന്നതൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേയും 24 ട്രെയിനുകൾ ചെങ്ങന്നൂർ, ഒപ്പം തന്നെ എറണാകുളം സൗത്ത്, നോർത്ത്, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, നേമം റെയിൽവേ സ്റ്റേഷൻ, ഒപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 റെയിൽവേ സ്റ്റേഷനുകളിൽ സ്പെഷ്യൽ സ്റ്റോപ്പേജുകൾ അടക്കം അനുവദിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേയും ഇതിന്റെ ഒരു ഭാഗമാകുന്നത്. സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കമുള്ളവർ ഈ ഒരു 10 ദിവസം കാർത്തിക നാളിൽ പൊങ്കാല മഹോത്സവത്തിന്റെ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയ അന്നു മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഇന്നും ഈ മണിക്കൂറിലും ക്ഷേത്ര പരിസരത്ത് തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ നാരങ്ങ വിളക്കൊക്കെ അർപ്പിക്കാനുള്ള തിരക്കുകളൊക്കെയാണ്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് നാരങ്ങ വിളക്ക് ചടങ്ങ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളൊക്കെയാണ് ദൂരെ നിന്ന് ദേശത്തു നിന്നൊക്കെ വന്ന സ്ത്രീ ഭക്തജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും കാത്തിരിപ്പാണ്. നമ്മളിവിടെ രാവിലെ വന്നപ്പോൾ മുതൽ തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ഒരു തിരക്കിലേക്ക് കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും പോകുന്നുണ്ട്. ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്, അവരെ നിയന്ത്രിക്കുന്നുണ്ട്. പക്ഷേ ആ നിയന്ത്രണത്തിലൊത്തും കാര്യങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായും എല്ലാ വർഷവും നമ്മൾ കാണുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസം രാവിലെ 10-15 അടുപ്പൂട്ട് ചടങ്ങ് തുടങ്ങുന്നതിന് മുൻപാണ് ഈ ഒരു വലിയ തിരക്ക്, ഈ ഒരു വലിയ നിര നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. പക്ഷേ ഇത്തവണ അത് മാറി തലേ ദിവസം തന്നെ ആ ഒരു തിരക്കിലേക്ക് ആറ്റുകാൽ ക്ഷേത്ര പരിസരം, ക്ഷേത്ര നട കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇടയ്ക്ക് വിശേഷാൽ പൂജകൾ നടക്കുന്നുണ്ട്, ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ആ സമയത്ത് ചെറിയൊരു ഇടവേള ഇവിടെ നൽകുന്നുണ്ട്, ആളുകളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇടവേളകൾ നൽകിക്കൊണ്ട് കുറച്ചധികം ആളുകളെ വെച്ച് അകത്തേക്ക് കടത്തിവിടുന്നത്. എന്തായാലും വലിയ തിരക്ക്, വലിയ ഒരു ഉത്സവം, ഒരു പക്ഷേ എത്ര അടക്കം ഉത്സവങ്ങൾ, ഓണാഘോഷങ്ങൾ അടക്കം തലസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ ചടങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും ആറ്റുകാൽ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് ആറ്റുകാൽ നഗരത്തെ മാത്രമല്ല കേരളത്തെ ഒക്കെ സംബന്ധിച്ച് വലിയ ഉത്സവമാണ്. ദിവസങ്ങളോളം ആറ്റുകാൽ നഗരം രാത്രി ദിവസങ്ങളിൽ ഉറങ്ങാതിരിക്കുന്ന ദിവസം കൂടിയായി ആറ്റുകാൽ പൊങ്കാല മഹോത്സവമാണ്. നമുക്കിപ്പോൾ ഇവിടെ മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്നവരുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാതിരിക്കാൻ പറ്റില്ല. അമ്മ എവിടുന്നാ വരുന്നത്? ചെറായി എറണാകുളം ചെറായി. എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നത്? ആദ്യമായിട്ടൊന്നും അങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് നിന്ന് ക്ഷീണിച്ച്. അമ്മ എങ്ങനെയുണ്ട് പൊങ്കാല? ആദ്യമായിട്ട് വന്നാണ് മോളെ. പക്ഷെ എന്നാലും ദേവിനെ കണ്ടിട്ടാ പോണുള്ളൂ. ക്യൂവിൽ കുറേ മണിക്കൂറായി ഞങ്ങൾ നിൽക്കണത് ഇവിടെ. അപ്പോൾ തിരക്കുകൊണ്ട് കുറേ പേര് ഇടിയിട്ട് കയറിപ്പോയി. വന്നാലും തൊടുതിറങ്ങിയിട്ടുള്ളൂ. പൊങ്കാല ഇടാനൊക്കെ കല്ലൊക്കെ മേടിച്ച് അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പൊങ്കാലൊക്കെ ഇട്ടാൽ പോവുള്ളൂ. ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇട്ടിട്ടേ പോകും. പോവുള്ളൂ. ഞങ്ങളവിടെ അടുത്ത് തന്നെ നിരത്തിയിട്ടുണ്ട് ഇഷ്ടിയൊക്കെ. ഇതൊക്കെ ഉണ്ടാക്കുന്ന പായസം മാത്രമേ ഉള്ളൂ. ഇന്ന് ആദ്യമായിട്ടായിരുന്നു പൊങ്കാല മാത്രമേ ഇടണുള്ളൂ. അടുത്ത അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചിറായി ഞങ്ങൾ 26, അങ്ങനെ മൊത്തത്തിൽ 2 ദിവസം 52 പേര് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങൾ ആറ്റുകാലിലെ ഉത്സവം? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടെ. ഇനി ദേവിനെ കണ്ട് തൊഴുതിട്ട് മാത്രമേ പോകണുള്ളൂ. സ്ത്രീ ഭക്തജനങ്ങളുടെ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. സ്ത്രീ ഭക്തജനങ്ങളുടെ ശബരിമല എന്നറിയപ്പെടുന്നതാണ്. ഒരുപക്ഷെ അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും പുരുഷന്മാരടക്കമുള്ളവരുണ്ട്, ഇവിടെ എത്തിത്തൊഴുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷയും സന്നാഹങ്ങളും ഒക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് നാളെ രാവിലെ 10-15 ആ ശുഭമുഹൂർത്തത്തിനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ആദ്യഘട്ടങ്ങൾ എല്ലാ തവണയും ഉള്ളതാണ്. ഒരുപക്ഷെ മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇല്ലാത്ത പോലെ രാവിലെ ഈ ഒരു പൊങ്കാല അടുപ്പുവെട്ട് ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് എയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി അനുമതി ലഭിച്ച് ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിൽ നടക്കുന്നത്. പക്ഷേ ഇത്തവണ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ റൺവേ നിർമ്മാണം നടക്കുന്നത് കാരണം അത് മാറ്റിവെക്കുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു, നൽകില്ല എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അതിനുള്ള ഔദ്യോഗിക അനുമതി കൂടി ലഭ്യമായതോടുകൂടി അത്തരത്തിലൊരു കാഴ്ച ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നാളെ വൈകിട്ടോടുകൂടിയാണ് ചൂരൽകുത്ത് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത്. പൊങ്കാല ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം രാത്രിയോടുകൂടി ചൂരൽകുത്ത് നടത്തുന്നുണ്ട്. 565ഓളം വരുന്ന ബാലന്മാരാണ് ഇത്തവണ ഇവിടെ ദേവീദാസന്മാരായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചടങ്ങുകൾ സ്വീകരിച്ച് വ്രതമെടുത്ത് ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിന് സമീപത്തായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്ത് കഴിയുന്നത്. അവരെ നാളെ ചൂരൽകുത്ത് നടത്തും. അതിനുശേഷം രാത്രി 9 കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് നടക്കാൻ പോകുന്നത്. ആനപ്പുറത്തേറി അങ്ങനെ ദേവി മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോകും. കഴിഞ്ഞ ദിവസം മണക്കാട് ശാസ്ത ഇവിടെ ദേവിയെ കാണാനായി ആ ഒരു സഹോദര സ്നേഹം കാണുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയായി നാളത്തെ എഴുന്നള്ളത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 9 ദേവി ഇവിടെ നിന്നും ആനപ്പുറത്ത് ആനയുടെ അകമ്പടിയോടുകൂടി ഒപ്പം തന്നെ ചൂരൽകുത്ത് നടത്തിയ ഈ തോറ്റപ്പാട്ടിൻ്റെയൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചൂരൽകുത്ത് നടത്തിയ ബാലന്മാരുടെയൊക്കെ അകമ്പടിയോടുകൂടി ഈ ദേവി ഇവിടെ നിന്ന് പുറത്തെഴുന്നള്ളത്തും. മണക്കാട് ക്ഷേത്രത്തിൽ പോയി മറ്റന്നാൾ രാവിലെയാണ് 8:30 ദേവി പിന്നീട് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് എത്താൻ പോകുന്നത്. ആചാരപ്രകാരമായിട്ടുള്ള ആ ചടങ്ങ് രാവിലെ 8
5:30 ഇവിടെ എത്തും. അതിനുശേഷം ചില വിശേഷാൽ പൂജകളുണ്ട്. രാത്രി 1 മണിയോടുകൂടിയാണ് കാപ്പഴിച്ച് ദേവിയെ കുടിയിളക്കുന്നത്. അതോടുകൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം 2025 സമാപനം കുറിക്കുകയും ചെയ്യും. എന്തായാലും വീണ, ജനം ടിവിയും തയ്യാറാണ് പ്രേക്ഷകരിലേക്ക് തത്സമയം ദൃശ്യങ്ങൾ എത്തിക്കാൻ. ഒപ്പം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ഇനിയിപ്പോൾ കാത്തിരിക്കുകയാണ്. മണിക്കൂറുകളുടെ മാത്രം ഒരു പ്രാർത്ഥനയും ഒപ്പം തന്നെ കാത്തിരിപ്പും മാത്രമാണ് ഇപ്പോൾ ക്ഷേത്ര നഗരത്തിൽ. എന്നാലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം തുടരുകയാണ് ഈ മണിക്കൂറിൽ. വീണ, ശാലിനി, അതേപോലെ ഈ നമ്മൾ പറയുന്നു സ്ത്രീകളുടെ ശബരിമല, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നിരവധി വനിതാ പോലീസുകാരുണ്ട്. അതേപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഇത്തവണ വനിതാ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ സേവാഭാരതിയുടെ പ്രത്യേക വനിതാ വിഭാഗമുണ്ട്. അങ്ങനെ വനിതകളെ സഹായിക്കാൻ വനിതകളുടെ തന്നെ വലിയ ഒരു നിര അവിടെ ഉണ്ട്. അതുമാത്രമല്ല, നേരത്തെ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അനന്തപുരി ഒട്ടാകെ രാവിലെ മുതൽ ഈ പൊങ്കാല അർപ്പിക്കുന്ന സമയം വരെ, അത് കഴിയുന്നിടം വരെ അവർക്കെല്ലാം ദാഹജലമൊക്കെ കൊടുക്കാൻ പുരുഷന്മാരും ഉണ്ട്. ശാലിനി, അവരുടെ കാര്യം കൂടി ഒന്ന് പറയണം. അവരും സഹായിക്കുന്നുണ്ട്. ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും, റോഡ് നീളെ അവർക്ക് ഭക്ഷണം, കുടിവെള്ളം ഒക്കെ നൽകാൻ പുരുഷ സഹോദരന്മാരുമുണ്ട്. അങ്ങനെയല്ലേ ശാലിനി? വിനോദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഏതൊരു പുരുഷനും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാകും ഒരു വിജയശക്തിയെ. പക്ഷേ ഇവിടെ തിരിച്ച് നമ്മൾ പറയേണ്ടിയിരിക്കും, ഏതൊരു സ്ത്രീക്കും പിന്നിൽ ഒരു പുരുഷനുണ്ടാകും. ഇവിടെ എല്ലാ കാര്യത്തിലും സ്ത്രീകളുടെ ശബരിമലയാണ് എന്ന് പറയുമ്പോൾ പോലും പുരുഷന്മാരുടെ ഒരു വലിയ തിരക്ക് ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതേപോലെ സുരക്ഷ ഒരുക്കാൻ പോലീസുകാർ ഇവിടെയുണ്ട്, വനിതാ പോലീസുകാരുണ്ട്. ഏകദേശം 1000-ഓളം വരുന്ന വനിതാ പോലീസുകാരെയാണ് നാളെ മാത്രമായിട്ട് ക്ഷേത്ര പരിസരത്ത് വിന്യസിക്കുന്നത്. 4500-ഓളം വരുന്ന പോലീസുകാരെ മൊത്തം ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫയർഫോഴ്സിന്റെ വനിതാ വിഭാഗം കൂടി ഇത്തവണ ക്ഷേത്ര പരിസരത്ത് സുരക്ഷയുടെ ഭാഗമാകുന്നത്. പക്ഷേ നമുക്കറിയാം 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഉഷ്ണതരംഗ സാധ്യത ഒക്കെ കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയുണ്ട്. വേനൽ മഴ ഇടയ്ക്കൊന്ന് ആശ്വാസമായി പെയ്യുന്നുണ്ട് എങ്കിൽ പോലും വലിയ രീതിയിലുള്ള ചൂട് തലസ്ഥാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അഗ്നിരക്ഷാ സേനയുടെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇത്തവണ നാരീശക്തി വിളിച്ചോതുന്ന വനിതകൾ കൂടി അതിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും ഇവിടെ പോലീസുകാർക്ക് ഒരുപക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് എന്നുള്ളതാണ്. കാരണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പല ജില്ലകളിൽ നിന്നെത്തിയ പല പോലീസ് ബറ്റാലിയനുകളുണ്ട്. ആ ബറ്റാലിയനുകളിൽ നിന്നുള്ള പോലീസാണ് ഇവിടെ സുരക്ഷ ഒരുക്കുന്നത്. ആ സുരക്ഷ അവർ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുമുണ്ട്. അതേസമയം തന്നെ അവർക്ക് പല ഘട്ടങ്ങളിലും ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ തിങ്ങി ഞെരുങ്ങി കയറുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലുമുണ്ട്. എന്തായാലും ഒരു നാരീശക്തി വിളിച്ചോതുന്ന ഒരു പൊങ്കാല മഹോത്സവമാണ്. നാരീശക്തി വിളിച്ചോതുന്ന ഉത്സവം തന്നെയാണ്. ശാലിനി, നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നു, ശാലിനിക്ക് പൊങ്കാല ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ശാലിനി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് കൂടി ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ വരാൻ കഴിയാത്തവരാണ് അത് പറയുന്നത്. ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. 1.5 ലക്ഷം ഭക്തർ ഇത്തവണ ദർശനത്തിന് എത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേർന്നു. ജിജീഷ്, ഇങ്ങ് അനന്തപുരിയിൽ ഇവിടെ നാളെ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരുന്നു. ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. കുറേ അധികം ആളുകൾ എത്തിയിട്ടുണ്ട്. അവിടെ കൊച്ചിയെ സംബന്ധിച്ച്, എറണാകുളത്തെ സംബന്ധിച്ച് മകം തൊഴലാണ് വളരെ പ്രധാനം. അതിനുവേണ്ടിയും നിരവധി ഭക്തരാണ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. മകം തൊഴലിൻ്റെ വിശേഷങ്ങൾ ജിജീഷ്. വിനോദ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് അടുത്തടുത്ത ദിവസങ്ങളിൽ നടക്കുന്നത്. ഇവിടെ ചോറ്റാനിക്കര മകം തൊഴൽ, ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കര മകം തൊഴൽ, വിവിധ ഭാഗങ്ങളിൽ നിന്ന് 10,000-ങ്ങൾ ഒഴുകിയെത്തുന്ന ചോറ്റാനിക്കര അമ്മയെ ഒന്ന് കണ്ട് ദർശന സായുജ്യം നേടി തിരിച്ചു പോവുക എന്ന ആ ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഭാഗമായി എത്തിയ ആളുകളാണ്. അവരെല്ലാവരും തന്നെ വളരെ നേരത്തെ, ഇന്നലെ തന്നെ ഈ ക്യൂവിൽ ഇടം പിടിച്ച ആളുകളുണ്ട്. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ. വലിയ ഒരു ചരിത്രം, ഐതിഹ്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് ചോറ്റാനിക്കര ക്ഷേത്രം. അവിടെ വില്യമംഗലം സ്വാമിയാർക്ക് ചോറ്റാനിക്കര അമ്മ ദർശനം നൽകിയതിൻ്റെ ആ ഒരു ഓർമ്മയ്ക്കും ഐതിഹ്യത്തിലുമാണ് മകം തൊഴൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം തൊഴലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങള് ആലുവ. എപ്പോൾ എത്തി ഇവിടെ? ഞങ്ങള് ഒരു 6:30 ആയപ്പോഴേക്കും 6:45 എത്തി. ആദ്യം തന്നെ ദർശനം നടത്തിയില്ല. ഇവിടെ ഞങ്ങൾ 2 മണിക്ക് നട തുറക്കുന്ന ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്.
കാത്തിരിപ്പില്ല. അമ്മയെ കാണണം, തൊഴണം, അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണം. എല്ലാ വർഷവും വരുന്ന ഒരാളാണോ? എല്ലാ വർഷമല്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ കൂട്ടുകാരികള്. ഓ ശരി ശരി. എങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ അതോ? അല്ല, ഞാൻ ഇപ്പൊ മൂന്നാമത്തെ വർഷമാണ്. മൂന്നാമത്തെ വർഷമാണ്. അതെ അതെ. ഓരോ തവണയും അടുത്ത തവണ ചോറ്റാനിക്കര അമ്മയെ ഒരിക്കൽ കൂടി ഈ ഒരു മകന്നാളിൽ ദർശിക്കാനുള്ള വലിയൊരു ആഗ്രഹമായിട്ടല്ലേ ഓരോ തവണയും എത്തി? അതെ 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 അതെ, തീർച്ചയായിട്ടും. അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിച്ചാൽ അത് അതുപോലെ നടക്കുന്ന അത്രയും വിശ്വാസമാണ്. എത്ര കിട്ടിയാലും അമ്മയുടെ അനുഗ്രഹം നമുക്ക് മതിയാവില്ല. അതെ അതെ. നേരത്തെ തന്നെ ഇവിടെ വന്ന് ക്യൂവിൽ ഇടം പിടിച്ചു. അതെ 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 അതെ. ഇവിടെ ഒമേനാരായണ മന്ത്രങ്ങളെല്ലാം ചോദിച്ച് അല്ല നിൽക്കുക. ഏഴാമത്തെ വർഷമാണ് വരുന്നത്. ഏഴാമത്തെ വർഷമാണ് വരുന്നത് അല്ലേ? ഓരോ വർഷം തോറും നമ്മുടെ ഇവിടെ വന്ന് വെളുപ്പിന് വെച്ചാൽ 1:30 പോന്ന് വീട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ 3 മണിയായി. ഇവിടെ പാരായണമൊക്കെ ചെയ്ത് അങ്ങനെ ആ 2 മണി നട തുറക്കുന്ന സമയം വരെ ഇവിടെ ഇരുന്ന് ഏറ്റവും ആദ്യം തന്നെ അമ്മയെ ദർശിക്കുക, നട തുറക്കുന്ന സമയത്ത് തന്നെ ദർശിക്കുക എന്നത് തന്നെയാണ്. വിനോദ്, ഇവിടെ എത്തിയ വിശ്വാസികൾ, സ്ത്രീജനങ്ങൾ അവരെല്ലാവരും തന്നെ വളരെ നേരത്തെ തന്നെ ഈ ഒരു ക്യൂവിൽ ഇടം പിടിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അവരെ സംബന്ധിച്ചിടത്തോളം നട തുറക്കുമ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകൻതൊഴലിനായി ദേവിയുടെ നട തുറക്കുന്നത്. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ആ ഒരു സമയം ദർശിക്കുക എന്നത് അവരുടെ ജീവിതാഭിലാഷം തന്നെയാണ്. ഓരോ തവണയും അത്തരത്തിൽ അവരുടെ ജീവിത അഭിലാഷങ്ങൾ നിറവേറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ ഓരോ വർഷവും ചോറ്റാനിക്കര അമ്മയുടെ അടുത്തേക്ക് എത്തി അമ്മയെ ദർശിച്ച് മടങ്ങുക എന്നത് തന്നെയാണ് ഓരോ ആളുകളുടെയും ആഗ്രഹം. പലരും വളരെ വർഷങ്ങളായി വരുന്ന ആളുകളുണ്ട്. പിന്നീട് ഈ തവണ ആദ്യമായി വന്ന ആളുകളെല്ലാം തന്നെയുണ്ട്. എവിടുന്ന അമ്മ വരുന്നത്? പാലക്കാട്. പാലക്കാട് വരുന്നത്? അതെ, 4 വർഷമായി വരുന്നു. 4 വർഷമായിട്ട് വരുന്നുണ്ട്. വളരെ സന്തോഷം. അമ്മയെ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് ഇന്ന് കാണുന്നത്. അതെ അതെ അതെ. എന്താണ് ആ ഒരു മനസ്സിലുള്ള ഇത്ര ഒരു അവസരം? കാത്തിരിപ്പാണല്ലോ. അതിനെന്നെ വളരെയധികം സന്തോഷമുണ്ട്. ഏറ്റവും ആദ്യം തന്നെ ദർശനം നടത്താൻ പറ്റട്ടെ. ഇപ്പോൾ നമ്മൾ കണ്ടത് വിനോദ് പാലക്കാട് നിന്ന് എത്തിയ ആളുകളാണ്. ഇതുപോലെ പാലക്കാട് നിന്ന് എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള വിശ്വാസികളായ സ്ത്രീജനങ്ങൾ അവർക്ക് ചോറ്റാനിക്കര അമ്മയെ ഒന്ന് സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥനാ സായുജ്യം നേടി മടങ്ങണം എന്നത് തന്നെയാണ്. നല്ല കൊല്ലം വരാറുണ്ട്. എല്ലാ കൊല്ലം വരുന്നുണ്ട്. വലിയൊരു ആളുകളായിട്ടാണ്, ആളുകളായിട്ടാണോ വരുന്നത്? കുറെ ആൾക്കാരുണ്ട്. ഒരു വണ്ടി വിളിച്ചു വന്നിരിക്കുന്നത് 17 ആളുണ്ട്. 17 ആളുണ്ട്. 17 ആളുണ്ട് അല്ലേ? ഓരോ തവണയും നമുക്ക് അടുത്ത തവണ വരണം എന്നുള്ള പിന്നെ അങ്ങനെ എല്ലാ കൊല്ലം വരാറുണ്ട്. എല്ലാ കൊല്ലം വരാറുണ്ട് ഞങ്ങള്. വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. അമ്മയെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു. എല്ലാ കൊല്ലം. എല്ലാ സമയങ്ങളിലും ദർശനത്തിന് വരാറുണ്ടോ? ഇല്ല, ഇതിന് വരാറുണ്ട്. മകൻതൊഴലിലാണ് പ്രധാനമായിട്ടും. അതാണ്. വിനോദ് ഈ പറഞ്ഞതുപോലെ തന്നെ മകൻതൊഴൽ ദർശനമാണ് ഇവിടെ. ചോറ്റാനിക്കര അമ്മയുടെ മകൻതൊഴൽ തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു സമയത്ത് ദർശനം നടത്തി പുണ്യം നേടുക, അനുഗ്രഹങ്ങൾ നേടുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകൾ ആരംഭിച്ചു. 1 മണിക്ക് ക്ഷേത്ര നട അടയ്ക്കും. ഈ ഒരു ചടങ്ങുകൾക്ക് വേണ്ടി ക്ഷേത്ര നട അടയ്ക്കും. ആ ഒരു 1 മണിക്കാണ് അടയ്ക്കുക. 1 മണിക്ക് അടച്ചതിന് ശേഷം 1 മണിക്കൂർ നേരം അമ്മയുടെ ഉടയാഭരണങ്ങളെല്ലാം തന്നെ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായി അമ്മയെ ഒരുക്കിയതിന് ശേഷം കൃത്യം 2 മണിക്ക് നട തുറക്കും. ആ ഒരു ശുഭ നിമിഷത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലാണ് ഇവിടെ. എവിടെയും അമ്മേ നാരായണ, ദേവീ നാരായണ മന്ത്രങ്ങൾ മുഖരിതമാണ്. ഈ ഒരു ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളെല്ലാം തന്നെ ഓരോ ഭാഗത്ത്, ഇതിപ്പോൾ അമ്പലത്തിലേക്കുള്ള മുൻവശത്ത് ഉള്ള ഭാഗമാണ്. ഇതടക്കം സ്ത്രീകൾക്ക് പ്രത്യേകമായി തന്നെ ക്യൂ ഉണ്ട്. പുരുഷന്മാർക്കും ഒപ്പം വരുന്ന സ്ത്രീകളെക്കായി പ്രത്യേക ക്യൂ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വലിയ ഒരു സൗകര്യങ്ങളും എല്ലാം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. 900ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷയുടെ ഭാഗമായി ഇവിടെ എല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം എവിടുന്ന വരുന്നത്? ഇടവനക്കാട്. വൈപ്പിൻ എന്നാണ്. എങ്ങനെയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സുകളിലുള്ള ചോറ്റാനിക്കര അമ്മയെ എങ്ങനെ? ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. ഒരു അവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു അനുഭവങ്ങളിൽ നിന്ന് പറയാവുന്നത്? ചേച്ചി ഒരുപാട് വർഷം
എത്ര വർഷമായി വരുന്നു? ഇത് ഞാൻ 35 വർഷമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. 35 വർഷമായി? അതെ അതെ, മുടങ്ങാണ്ട് ഈ കൊല്ലം കൂട്ടി 35 വർഷമായി. അതെ, അമ്മയെ പ്രാർത്ഥിച്ചുള്ള ഒരു നല്ലത് എനിക്ക് നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് ഈ കൊല്ലം വന്ന് മകൻ തൊഴുതു പോയാൽ പിന്നത്തെ കൊല്ലം നല്ലത് എനിക്ക് എന്തെങ്കിലും ആയിട്ട് കണ്ടിരിക്കും. വളരെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വിനോദ, അമ്മ പറഞ്ഞതുപോലെ തന്നെ ഒരു തവണ 35 വർഷമായി ചോറ്റാനിക്കര അമ്മയെ മകന്നാളിൽ തൊഴാനെത്തുന്ന, മറ്റു ദിവസങ്ങളിൽ മാത്രമല്ല മകന്നാളിൽ തൊഴുക എന്ന ഒരു ജീവിത സാഫല്യം തന്നെ നേടിപ്പോകുന്ന ആളുകളാണ്. അവർ പറഞ്ഞത് ഓരോ വർഷവും, അതായത് ഇത്തവണ മകൻ തൊഴുത് മടങ്ങിയ ശേഷം അടുത്ത വർഷമാകുമ്പോൾ തന്നെ ആ ഒരു വർഷം എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് എനർജിയുടേതാണ്. തങ്ങളുടെ പ്രാർത്ഥനകൾ സഫലമാകുന്നതിൻ്റെയാണ്. എന്താണോ അമ്മയ്ക്ക് മുന്നിൽ തങ്ങൾ ഉയർത്തിയ അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അതിനെല്ലാം തന്നെ അമ്മ പരിഹാരം കാണുന്നുണ്ട്. ചോറ്റാനിക്കര അമ്മ ആ പരിഹാരങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ പരിഹാരങ്ങൾ തങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത്. ആ ഒരു ഭക്തിയിൽ, ആ ഒരു വിശ്വാസ ലഹരിയിൽ തന്നെയാണ് ഓരോ ആളുകളും ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ചോറ്റാനിക്കര അമ്മയെ ഒന്ന് നട തുറക്കുന്ന സമയത്ത് അമ്മയെ കാണണം. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് അമ്മേ നാരായണ ദേവി മന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ചോറ്റാനിക്കര അമ്മയെ ഒരു നോക്ക് ആ നട തുറയ്ക്കുന്ന സമയത്ത് തന്നെ അമ്മയെ കണ്ട് മടങ്ങണം. 9 മണി വരെയാണ് ദർശന സമയം. ആ ഒരു സമയത്തിനുള്ളിൽ അമ്മയെ ദർശിച്ച് ആ സായുജ്യ ദർശന പുണ്യം തന്നെ നേടി മടങ്ങുക. തങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയ്ക്ക് മുന്നിൽ അർപ്പിക്കുക. ഓരോരുത്തർക്കും ഓരോ ജീവിത പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെ എല്ലാം തന്നെ അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു കരുത്ത്, ആ കരുത്തിലാണ് വിശ്വാസമുള്ളത്. അവിടെയാണ് ചോറ്റാനിക്കര അമ്മ തങ്ങളെ കൈവിടില്ല, എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ട് തങ്ങൾക്ക് പിന്നിലുണ്ടാകുമെന്ന ആ ഒരു വിശ്വാസം അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നത്. എല്ലാ ആളുകളും എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊടുങ്ങല്ലൂർ വലപ്പാട് ഭാഗത്തു നിന്നാണ് വരുന്നത്. എല്ലാ തവണയും വരുന്നതാണോ? എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നുണ്ട്. എങ്ങനെയാണ് അമ്മയുടെ ഒരു കാണാനുള്ള കാത്തിരിപ്പാണ്? ഇനി മണിക്കൂറുകൾ നീണ്ടൊരു കാത്തിരിപ്പാണ്. നീണ്ടൊരു കാത്തിരിപ്പാണ് ഇനി. അതിലേക്കുള്ളതാണ്. അതുവരെ ഇപ്പോ സഹസ്രനാമങ്ങളിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. മോളെ പേരെന്താ? മോളെ കഴിഞ്ഞ തവണയൊക്കെ വന്നായിരുന്നോ? ചോറ്റാനിക്കര അമ്മയെ കണ്ടു, തൊഴുതു, പ്രാർത്ഥനയൊക്കെ നടത്തി. എവിടെ സ്ഥലം പറഞ്ഞത്? മുതിർന്നവർ മാത്രമല്ല, അല്ലെങ്കിൽ പ്രായമായ സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ അവരുടെ പ്രാർത്ഥനകളുമായി ആ ഒരു ദർശന പുണ്യത്തിനായി തന്നെ ഇവിടെ എത്തിയ ആളുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരല്ല. തൃശ്ശൂർ, കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്ന ആളുകളെ കണ്ടു. നമ്മൾ പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ ഒരു നീണ്ട ക്യൂവിൽ വളരെ നേരത്തെ ഇടം പിടിക്കുമ്പോൾ അവരെ സംബന്ധിച്ചെല്ലാം തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങണം. ആ ഒരു തിരക്ക് നിന്ന് ചോറ്റാനിക്കര അമ്മയെ ദർശിച്ചു മടങ്ങണം എന്നത് തന്നെയാണ് പറയുന്നത്. എവിടുന്ന വരുന്നത്? ഞങ്ങൾ കോട്ടായിന്ന്, പാലക്കാട് കോട്ടായി. എങ്ങനെ ഒരുപാട് പേരുണ്ടോ? നമ്മൾ ഉണ്ട്, ഒരു ട്രാവലറിലാണ് വന്നത്. 20 പേരുണ്ട്. 20 പേരുണ്ട്. മകൻ തൊഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ മകൻ തൊഴുകാൻ വന്നിട്ടില്ല. സാധാരണ വന്നിട്ടുണ്ട്. മകൻ തൊഴുകാൻ ആദ്യമായിട്ട് വരികയാണ്. അമ്മയുടെ ഒരു അനുഗ്രഹത്തെ കുറിച്ചും അല്ലെങ്കിൽ അമ്മയുടെ ചരിത്രത്തെ കുറിച്ചൊക്കെ അവിടേക്ക് ഒരുപാട് പ്രശസ്തമല്ലേ? അതെ, പ്രശസ്തമാണ്. നല്ല എല്ലാ ആൾക്കാർക്കും നല്ലൊരു പ്രശസ്തിയും ഒക്കെ ഉണ്ട്. നല്ലൊരു തന്നെയാണ്. ചൈതന്യമുള്ള അമ്മയുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നതാണ്. ചൈതന്യം നിറഞ്ഞ അമ്മയെ ആ ഒരു സമയത്ത് തന്നെ കാണാനുള്ള അനുഭഭം ഞങ്ങൾക്ക് കിട്ടട്ടെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ പറയുന്ന എല്ലാവരും പറയുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. വിനോദ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ മന്ത്ര മുഖരിതം തന്നെയാണ് ഈ ഒരു അന്തരീക്ഷമെല്ലാം എന്ന് പറയുന്നത്. കാരണം അവരുടെ ചുണ്ടുകളിൽ ഈ ഒരു മന്ത്രവും ചൊല്ലി 2 മണി വരെ, അതായത് ചോറ്റാനിക്കര മകം തൊഴൽ തുടങ്ങുന്നത് വരെ ആ ഭക്തർ അവിടെ ഇങ്ങനെ ഇരിക്കും. എത്രയോ ദൂരദേശങ്ങളിൽ നിന്ന് രാവിലെ തന്നെ വന്ന് ക്യൂവിൽ ആദ്യം ഇടം പിടിക്കാൻ. കാരണം ആ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ദർശനം നടത്താനായാൽ അത്രയും
നല്ലത് എന്ന് കരുതുന്നു ഭക്തർ. അതുകൊണ്ടാണ് അത്ര നേരത്തെ വന്നവർ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ ഈ കേരളത്തിലെ സ്ത്രീകളെല്ലാവരും ഈ രണ്ടിടത്തായി കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആറ്റുകാൽ പരിസരത്ത് ചിലർ ഈ ചോറ്റാനിക്കര മകം തൊഴുത ശേഷം അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്ന് പൊങ്കാലയിടുന്ന സ്ത്രീകളുമുണ്ട്. അതിനൊക്കെ സമയവും അതിനൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും അവരെ സംബന്ധിച്ചൊരു ഒരു പ്രശ്നമേ അല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ ചോറ്റാനിക്കര അന്ന് മകം തൊഴാനല്ല, മകം റിപ്പോർട്ട് ചെയ്യായിരുന്നു. ചോറ്റാനിക്കര മകം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് വൈകിട്ട് ട്രെയിനിൽ കയറി ഇവിടെ വന്ന് പൊങ്കാലയിട്ടിട്ടുണ്ട്. അത് രണ്ടും ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്, അനുഭവമാണ്. വളരെ പ്രയാസം അനുഭവിച്ചാണ്. നമുക്കറിയാം ഈ മകം തൊഴാൻ നിൽക്കുന്ന ആളുകളും ഈ കടുത്ത ചൂടും വെയിലും എല്ലാം അവഗണിച്ച് അവർ ആ പ്രയാസങ്ങളെല്ലാം സഹിച്ച് ഭഗവതിയെ തൊഴാൻ വേണ്ടി നിൽക്കുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴേ റോഡിൽ പാതയോരങ്ങളിൽ സ്ത്രീജനങ്ങൾ ഇവിടെ തലസ്ഥാനത്ത് അടുപ്പ് കൂട്ടി കിടന്നുറങ്ങുന്നു. അവിടെയാണ് കിടന്നുറങ്ങുന്നത്. അവർക്ക് പ്രത്യേക വീടുകളോ ഒന്നും ആവശ്യമില്ല. അവർ പൊങ്കാല വഴിപാട് അർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാം മറന്ന് നമ്മുടെ അനന്തപുരിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പങ്കുവച്ചത്. ഈ ഭക്തിസാന്ദ്രമായ പാട്ടുകളിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. നമുക്കൊരു ഭക്തി ഗാനം ആലപിച്ചൊരു ഗായിക നമ്മുടെ അതിഥിയായി ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആറ്റുകാൽ ഉത്സവം നടക്കുന്ന പശ്ചാത്തലത്തിൽ ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള ഭക്തിഗാനവും കൂടിയാണ്. വീണ പറഞ്ഞ പോലെ നമ്മുടെ അതിഥി എത്തിയിട്ടുണ്ട്. അതെ അല്ലേ, മാളവിക ശ്രീകുമാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഗായികയാണ്. നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ആൾ തന്നെയായിരിക്കും. ഇത്തവണ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാളെ ആറ്റുകാൽ പൊങ്കാല നടക്കാനിരിക്കെ ആറ്റുകാൽ അമ്മയെക്കുറിച്ചുള്ളൊരു പാട്ടുമായിട്ടാണ് ഇത്തവണ മാളവിക വന്നിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് ആദ്യം ഒന്ന് കേട്ടതിന് ശേഷം മാളവികയിലേക്ക് വരാം. തീർച്ചയായും. ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ ആനന്ദപുരിക്കെന്നും ഐശ്വര്യമേകുന്ന വരപ്രസാദി കൈതൊഴുന്നേ ആനന്ദപുരിക്കെന്നും ഐശ്വര്യമേകുന്ന വരപ്രസാദി കൈതൊഴുന്നേ
എന്നാലും ഈ പൊങ്കാല ഉത്സവ വേളയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന പാട്ടാണ്. അതെ, അത് എല്ലാ ഉത്സവവേളയിലും മാളവികയുടെ ഒരു പാട്ടെങ്കിലും ഹിറ്റായിട്ട് വരാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭക്തിഗാനങ്ങളിൽ കൂടുതലായി കണ്ടിട്ടുണ്ട് ഗണപതിയുടെ പാട്ടുകൾ, പാട്രിയോട്ടിക് സോങ്ങുകളും ദേശഭക്തി ഗാനങ്ങളും ഒക്കെയും എനിക്ക് തോന്നുന്നു ഓരോ ഒക്കേഷനിലും മാളവികയുടെ ഒരു ഗാനമെങ്കിലും ഉണ്ടാകാറുണ്ട് അല്ലേ? അതൊരു വലിയ ഭാഗ്യമായി തന്നെ കാണുന്നു. മാളവിക ആകാശവാണിയുടെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ദൂരദർശനിലും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ സജീവമായി നിൽക്കുന്നു. അതേസമയം ബേസിക്കലി ഒരു IT പ്രൊഫഷണൽ കൂടിയാണ്. ഓക്കെ, അപ്പോൾ വിശേഷങ്ങൾ ഞാനിങ്ങനെ പറയുന്നില്ല, മാളവിയോട് വിശദമായി തന്നെ ചോദിക്കാം. ഈ ഒരു പാട്ടിൻ്റെ പിറവി എങ്ങനെയായിരുന്നു? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബെൻസൺ സ്റ്റുഡിയോ ജഗതിയിൽ ഞാൻ പ്രോഗ്രാംസൊക്കെ സോങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എനിക്ക് ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്ന ടിജു CL എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം ഓൾറെഡി ഞാൻ പാടിയിട്ടുണ്ട്, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പാട്ടിലേക്ക് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം ഞാൻ പൊങ്കാല അമ്മയ്ക്ക് അർപ്പിച്ചതാണ്. അപ്പോൾ ഈ വർഷം അതൊരു നിമിത്തം പോലെ എനിക്ക് തോന്നുന്നു. ഈ വർഷം അതേ ദിവസമാണ് എൻ്റെ പാട്ട് റിലീസാവുന്നത്. അതെ, ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് സംഗീതമാണല്ലോ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനത് അവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള ഒരു ഉപഹാരമൊക്കെ ലഭിച്ചു. ഇന്നലെ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാവിലെ നോക്കുമ്പോൾ 14K വ്യൂസ് ഉണ്ട്. ഒത്തിരി നല്ല അഭിപ്രായങ്ങളൊക്കെ ലഭിക്കുന്നു. അങ്ങനെ ലിറിക്സ് എഴുതിയിരിക്കുന്നതൊക്കെയാണ് ഡോക്ടർ ബിജുകുമാർ ചിലമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അദ്ദേഹം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ ഇടം നേടിയ ഒരു ആർട്ടിസ്റ്റാണ്. ടിജു CL ആൻഡ് ബിജുകുമാർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഗാനത്തിനാണ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലൊക്കെ അർഹമായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം പാടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല ഞങ്ങളുടെ ഹാർമോണിയ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു ബാനറിലാണ് സോങ് ഇറങ്ങിയിരിക്കുന്നത്. ഷാജി അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ടർ. പിന്നെ ഒരുപാട് കോ പ്രൊഡ്യൂസേഴ്സൊക്കെ ഇതിനകത്തുണ്ട്, ജ്യോതി, അങ്ങനെ കുറച്ച് പേര്. ഈ ആറ്റുകാലമ്മയെ പറ്റി മാളവിക ആദ്യമായിട്ടാണോ പാടുന്നത്? ഇതിനു മുമ്പ് വേറെ പാട്ട് പാടിയിട്ടുണ്ടോ? ഞാൻ കോറസ് ഒക്കെ പാടിയിട്ടുണ്ട്. അതെ, കോറസ് പാടിയിട്ടുണ്ട്. പക്ഷേ തനിയൊരു ഗാനം ആദ്യമായിട്ടാണ് ത്രൂ ഔട്ട് സോങ് കിട്ടുന്നത്. ഇതിനു മുമ്പ് പാടിയ പാട്ടിൽ കുറച്ച് ഹിറ്റായിട്ട് വന്നിട്ടുള്ള ഒരു പാട്ടിന്റെ കുറച്ച് വരികളൊന്ന് പാടാമോ പ്രേക്ഷകർക്ക് വേണ്ടി? ഉറപ്പായിട്ടും പാടാം. അതിപ്പോൾ ഏത് പാട്ടാ പാടുക? ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽസ് പാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡുവറ്റ് സോങ് ഉണ്ട്, അത് ഞാനൊന്ന് രണ്ടുപേര് പാടാം. ഉഷസിൻ പ്രഭയാ നേരിൻ വരമാ നവമാ ജനമാ അണയാ ബലിയാ കാലം നിറയെ ആശ നിരാശകൾ സർവവും നിൻ കൃപാപൂർണമായി മാറ്റിടണേ, ഈ ബലി സ്വീകരിച്ചിടണമേ. ഇതൊരു നന്നായിട്ട് പോയൊരു പാട്ടാണ്. അപ്പോൾ ഈ മറ്റ് മേഖലകളിൽ എങ്ങനെയാണ് മാളവിക ഈ ഭക്തിഗാന സുധ പോലെ അങ്ങനെ ഈ ഭക്തിഗാനങ്ങൾ മാളവികയുടേതായ തന്നെ ഒരുപാട് ഭക്തിഗാനങ്ങളുണ്ട്. അത് കൂടാതെ മറ്റുള്ളവരുടെ ഗാനങ്ങളുണ്ടാവും, ചലച്ചിത്രങ്ങളിൽ വന്ന ഭക്തിഗാനങ്ങളുണ്ടാവും. ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട്. ഗാനമേള സ്റ്റേജസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാനമേളയ്ക്ക് പോകുമ്പോൾ മാളവിക ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ട് ഏതാണ്? മെലഡീസ് ആണ് കൂടുതൽ. അതിലേതാണ്? അതില് ഇപ്പോ രാജഹംസമേ പാടാറുണ്ട്. പിന്നെ സത്യം പാട്ടുകാരോട് ഈ വർത്തമാനത്തിൽ കൂടുതൽ പിന്നെന്താ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ
എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകളൊക്കെയാണ്. ഈ സംഗീതം പഠിച്ചത് എവിടെയാണ്? പഠിപ്പിച്ച ഗുരുനാഥന്മാർ, അവരെ പറ്റിയൊക്കെ? ഞാൻ വളരെ കുഞ്ഞിലെ തന്നെ പാട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പാർവതീപുരം പത്മനാഭ അയ്യർ സാറിൻ്റെ അടുത്താണ്. എന്താ പറയുക, സാറിൻ്റെ ഒരു ശിഷ്യയാവാൻ, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, സാറിൻ്റെ ശിഷ്യയാവാൻ സാധിച്ചത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി. മാളവിക IT പ്രൊഫഷണലാണ്, പഠിച്ചു വന്നത് അതാണ്. പക്ഷെ പിന്നീട് എപ്പോഴാണ് ഇതാണ് എൻ്റെ വഴി, പൂർണ്ണമായും പാട്ടിൻ്റെ വഴി എന്ന രീതിയിലേക്ക് ചിന്ത വരാൻ കാരണം എന്താ? ഇപ്പോൾ ഞാൻ സ്കൂൾ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിനെല്ലാം ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ലൈറ്റ് മ്യൂസിക്കിന് തന്നെയാണ് അന്നും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടും പാരലായിട്ട് കൊണ്ടുപോയിരുന്നു എന്നും. ഇപ്പോഴും ജോലി ഗാന ഇതുമായിട്ട് മുന്നോട്ട് പോവുക? അതെ. അപ്പൊ ഈ ആകാശവാണിയിലെ ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ അവിടെ പരിപാടികൾ അവതരിപ്പിക്കേണ്ടി വരാറില്ലേ? അത് എനിക്ക് ഇനി ആണ് അതിന് അവസരങ്ങൾ ലഭിക്കാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് വന്നിട്ട് ഒരു മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നെ പ്രിപ്പയർ ചെയ്തെടുത്ത് ഗായത്രി ജ്യോതിഷാണ് എനിക്ക് പാട്ടുകൾ അതിനു വേണ്ടി പറഞ്ഞു തന്നത്. കുടുംബത്തിന്റെ വിശേഷം കൂടി, വീട് എവിടെയാണ്, കുടുംബം, ഹസ്ബൻഡ്? കാരണം ജോലിയും ഗാനങ്ങളും ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും അവരുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എൻ്റെ സ്വദേശം ആറ്റിങ്ങലാണ്. അച്ഛൻ, അമ്മ, ഞാൻ ഒറ്റ മകളാണ്. വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡ് UST ഗ്ലോബലിൽ വർക്ക് ചെയ്യുന്നു. അനന്തു എന്നാണ് പേര്. അച്ഛനാണ്? അതെ, അച്ഛനാണ്. അപ്പോൾ ഭർത്താവും IT പ്രൊഫഷണൽ തന്നെയാണ്? അതെ. അച്ഛൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അമ്മ RCCയിൽ വർക്ക് ചെയ്യുന്നു, റീജിയണൽ ക്യാൻസർ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ആരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ പാട്ടുമായി ബന്ധപ്പെട്ട? അങ്ങനെ ആരും ഇല്ല. പക്ഷെ അമ്മയും അച്ഛനും നന്നായിട്ട് പാടും. പഠിച്ചിട്ടില്ല, പക്ഷെ അവർ രണ്ടുപേരും പാടും. പുറത്ത് കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ആദ്യ സ്റ്റാറായ കലാകാരി അതെന്ന് പറയാം. കാരണം കലാകാരന്മാരും വേറെയും കുടുംബത്തിലുണ്ടാവുമായിരിക്കും. പക്ഷെ അത് അറിയപ്പെട്ടത്, സെലിബ്രിറ്റി ആവുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഓണം കാലത്ത് ഒക്കെ ഈ പാട്ടുകൾ ഇറങ്ങുമ്പോൾ അതെല്ലാം ഒരുപാട് പാട്ടുകൾ ഇറങ്ങാറുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമോ ഒക്കെയാണ് അല്ലെ? ഇപ്പൊ ഈ പാട്ടിനും സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അത് ക്ഷേത്രനടയിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു സ്നേഹോപഹാരം ലഭിക്കാനൊക്കെ അതിന് കാരണം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ച് നേരത്തെ വീണ പറഞ്ഞ പോലെ തന്നെ പ്രശസ്തരായ ആളുകളൊക്കെ പാടിയ പാട്ടുകളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൂടൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും ഈ മൈക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ പാട്ടുകളെല്ലാം ഈ ആറ്റുകാൽ ഭഗവതിയെ പ്രകീർത്തിക്കുന്ന പാട്ട് നിരവധി ചിത്ര പോലുള്ള യേശുദാസിനെ പോലുള്ള ആളുകൾ പാടിയ പാട്ടുകളാണ്. അപ്പോൾ ഈ ചിത്രയൊക്കെ പാടി ഹിറ്റാക്കി വെച്ചിരിക്കുന്ന പാട്ട് എല്ലാവരുടെയും നാവിൻ തുമ്പിലൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രസിദ്ധമായ ആ ഒരു പാട്ടിൻ്റെ കുറച്ച് വരികൾ കൂടി ഒന്ന് ആറ്റുകാലിലെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടുത്തെ ഒരു പാട്ട് കൂടെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. പിന്നെന്താ, തീർച്ചയായും. ഞാൻ ദേവി അംബികെ തുടങ്ങുന്ന കാണും. ദേവി അംബികേ മഹദർശനം തരൂ ജഗദംബേ, ഇന്നും ആറ്റുകാൽ വാഴുമമ്മേ ശ്രീദേവി അംബികേ മഹദർശനം തരൂ ജഗദംബേ, ഇന്നും ആറ്റുകാൽ വാഴുമമ്മേ ശ്രീദേവി അംബികേ. ചോറ്റാനിക്കര ഭഗവതിയുടെ കാര്യം കൂടെ പറയണം. നമ്മൾ മകൻതൊടലാണ്. അപ്പൊ അതുകൊണ്ട് ഈ എല്ലാം ഒന്ന് തന്നെയാണ്, പല പല ഭാവത്തിൽ പലയിടങ്ങളിലായി ഉണ്ട്. ചോറ്റാനിക്കരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മകൻ തൊഴാൻ നിൽക്കുന്നു. ഇവിടെ ആറ്റുകാൽ, നാളെ പൊങ്കാല. അതുകൊണ്ട് ചോറ്റാനിക്കര അമ്മയെ പറ്റിയും കൂടെ ഒരു പാട്ട് ഓർമ്മയിൽ പെട്ടെന്ന് കിട്ടത്തില്ലായിരിക്കും അല്ലേ? ഞാൻ ദേവിയെ പറ്റി തന്നെയുള്ളൊരു, ദേവിയുടെ പല ഭാവങ്ങളാണെന്ന് പറഞ്ഞു. എൻ്റെ കുടുംബക്ഷേത്രവും വെള്ളൂർക്കോണം കാവിൽ ഭഗവതി ക്ഷേത്രമാണ്. അടുത്ത മാസം ഉത്സവമാണ്, അതും ഭദ്രാദേവിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ദേവിക്ക് വേണ്ടിയിട്ടൊരു സ്തുതി പാടാം. വനദുർഗ അരുണാഭ കൊടുത്തിന്നെ ദേവിക്ക് പൂമൂടൽ നടത്തുന്നു ഞാൻ, പാടുന്നു
ഇത്ര പാടിയ ഹിറ്റ് പാട്ടാണ്. ചിത്ര ചേച്ചി തന്നെയാണോ ഫേവറേറ്റ്? എൻ്റെ ഫേവറേറ്റ് സോങ്സിലൊന്നാണിത്. ഈ പാട്ടുകാരിൽ ആരുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക? എല്ലാ പാട്ടുകാരും കഴിവുള്ളവരാണ്, എന്നാലും ആരുടെ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെയുണ്ടോ? ഉറപ്പായിട്ടും ചിത്രമ്മയുടെ പാട്ടുകൾ തന്നെയാണ് നമ്മുടെ ഒരു ജനറേഷനിലെ ഏറ്റവും ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ചിത്രമ്മയുടെ സോങ്സ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ എന്നിരുന്നാലും ശ്രേയാജിയുടെ പാട്ടുകൾ ഇഷ്ടമാണ്, ദാസേട്ടൻ, പിന്നെ ഇപ്പോൾ നമ്മുടെ ജയചന്ദ്രൻ സാറ് ഒക്കെ. ഇവരുടെ ഈ പാട്ടുകാരുടെ അറിയപ്പെടുന്ന പാട്ടുകാരുടെ നിരയിൽ കൂടെ നിന്ന് പാടാൻ കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയുണ്ട്? MG സാറിൻ്റെ കൂടെ ഒരു വേദി പങ്കിടാൻ. അങ്ങനെയല്ല, ഞങ്ങളുടെ ഒരു മെലോഡിയ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ ക്വയറിൻ്റെ ഭാഗമായിട്ട് അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ രവിശങ്കർ ചേട്ടൻ്റെ കൂടെ പാടിയിട്ടുണ്ട്, മണക്കാട് ഗോപൻ സാറിൻ്റെ കൂടെ പാടിയിട്ടുണ്ട്. എന്താ സ്വപ്നം ഈ ഗാനരംഗത്ത്? എനിക്ക് ഇങ്ങനൊരു കാര്യം, അതെൻ്റെ ഒരു സ്വപ്നമാണ്, അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗാനങ്ങൾ ഇറങ്ങുന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന ഗാനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ പാടുന്നു ഞാനിന്ന്, അല്ലെങ്കിൽ നേരത്തെ പാടിയ ദേവി അംബിക, അതുപോലത്തെ ഗാനങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പാട്ടുകളാണ്. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഏതെങ്കിലുമൊക്കെ പാട്ടിൻ്റെ ഒരു ശബ്ദമായി മാറണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. സിനിമ പിന്നണി ഗായികയാവുക എന്ന ആഗ്രഹം എല്ലാ ആർട്ടിസ്റ്റിനും ഉള്ളതുപോലെ ആഗ്രഹം തന്നെയാണ്. ചെറിയ ചെറിയ രീതിയിൽ കോറസൊക്കെ ഇപ്പോൾ പാടുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു അവസരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ദൈവം സഹായിച്ച്. ഗുരുക്കന്മാരുടെയൊക്കെ കൂടുതൽ മെലഡി ആണ് അല്ലേ? അപ്പോൾ ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുകയാണല്ലോ, അപ്പോൾ കച്ചേരികൾ നടത്തുക അങ്ങനെയുണ്ട്? ഞാൻ കച്ചേരി അങ്ങനെ ചെയ്യാറില്ല. ഞാൻ കൂടുതലും ലൈറ്റ് മ്യൂസിക് ഫീൽഡിലോട്ട് തന്നെയാണ്, ലൈറ്റ് മ്യൂസിക് തന്നെയാണ് എന്നും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചിത്ര ചേച്ചി ഒരു തവണ ചിത്ര ചേച്ചിയുടെ പിറന്നാളിന് ഗസ്റ്റായിട്ട് വന്നപ്പോൾ എങ്ങനെയാണ് രാവിലെ ചിത്ര ചേച്ചിയോട് പാടാൻ പറയുക? ചിത്ര ചേച്ചി അന്ന് ടെലിയിലായിരുന്നു, ചിത്ര ചേച്ചി അന്ന് ചികിത്സയിലാണ്. ഞങ്ങളിങ്ങനെ വളച്ചു വന്നപ്പോൾ ഞാനൊരു പാട്ട് പാടണം, അതങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. ഗായികമാരോട് നമുക്കതല്ലേ, ഗായികൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അതാണ്, നിങ്ങൾ പാടി കേൾക്കുക എന്ന് പറയുന്നത്. മാളവിക പാടിയ ആറ്റുകാലമ്മയെക്കുറിച്ചുള്ള പാട്ട് ഞങ്ങൾ പ്രേക്ഷകരെ തുടക്കത്തിൽ കേൾപ്പിച്ചു, പക്ഷെ മാളവിക അത് തത്സമയം പാടിയില്ല. അത് കേൾക്കാൻ ഒന്നുകൂടി ആഗ്രഹം. ഉറപ്പായിട്ടും. അപ്പോൾ അഖില ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ അനന്തപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദേ കൈ തൊഴുന്നേ. അനന്തപുരിക്കുന്നു ഐശ്വര്യമേകുന്ന വരപ്രസാദേ കൈ തൊഴുന്നേ. അഖില ചരാചര ജനനീ ദേവി അഖിലം കാക്കുന്ന ആറ്റുകാലമ്മേ. നമുക്ക് മാളവികയ്ക്ക് നിരവധി പ്രേക്ഷകർ നന്മകളും ആശംസകളും ഒക്കെ ഓൺലൈനിൽ നേരുന്നുണ്ട്. പ്രേക്ഷകർ ലൈവായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആകാശവാണി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ പഴയ തലമുറ കേട്ടുകൊണ്ടിരുന്നത് പഴയ ലളിത ഗാനങ്ങളാണ്. ആ ഗാനങ്ങളിലൂടെയാണ് ഈ പാട്ടിലേക്കുള്ള ആകർഷണമൊക്കെ വരുന്നത്. അത് MG രാധാകൃഷ്ണനെ പോലുള്ള നിരവധി ആളുകൾ, പ്രഗത്ഭരായ ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ആകാശവാണിയിൽ ഏറ്റവും കൂടുതൽ അക്കാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ റേഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അക്കാലത്ത് ഏറ്റവും കൂടുതൽ പാടി നടന്നിരുന്ന ഒരു ലളിതഗാനത്തിൻ്റെ കുറച്ച് വരികളോട്. ഓക്കെ, ഞാൻ ഓടക്കുഴലേ എന്നുള്ള ഗാനം ഇതിനു വേണ്ടി പഠിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു പാട്ട് സുമശരനുണരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ MG സാറ് തന്നെയാണ് അത് പാടിയേക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് ഗായത്രി ജ്യോതിഷ് ചേച്ചിയാണ്. അപ്പോൾ അതൊന്ന് രണ്ട് വരി പാടാം. സുമശരനുണരും യമുനാ പുളിനം സുരത സുഖാലസവിജനം. സുമശരനുണരും യമുനാ പുളിനം സുരത സുഖാലസവിജനം. രാഗവതി അനുരാഗവതി രാഗവതി അനുരാഗവതി രാസലീലാലോലേ രാധേ രാസലീലാലോലേ സുമശരനുണരും
പ്രേക്ഷകൻ പറയുന്നു അമ്മയുടെ പാട്ട് എന്നും ഓർമ്മയിൽ നിൽക്കും. ഉഷാ നെല്ലൂർ പറയുന്നു ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഉഷാ നെല്ലൂർ പോലെയുള്ള പ്രേക്ഷകർ പറയുന്നു അമ്മയുടെ പാട്ട് മാത്രമല്ല മാളവികയുടെ ശബ്ദവും പ്രേക്ഷകരുടെ മനസ്സിൽ ഉണ്ടാകണം, സ്ഥിരമായി കേൾക്കണം, പ്രോത്സാഹിപ്പിക്കണം അല്ലേ? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു ചെറിയ ഗാനം കേൾക്കുക. ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് ആറ്റുകാൽ അമ്മയുടെ ഒരു അനുഗ്രഹത്തോടു കൂടി തന്നെ ഈ പാട്ടിൻ്റെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. ഒത്തിരി പേര് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. എനിക്കിങ്ങനെ ഒരു നല്ലൊരു പാട്ടിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന് ബെൻസൺ ക്രിയേഷൻസിന്, സുനീഷേട്ടനും ഒക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ എല്ലാവരും ഈ പാട്ട് ആസ്വദിക്കുക. യൂട്യൂബിൽ ഇത് അവൈലബിൾ ആണ്. കേൾക്കുക, അഭിപ്രായങ്ങൾ പറയുക. കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി നല്ല നല്ല ഗാനങ്ങൾ ആലപിക്കാൻ കഴിയട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിക്കുന്നു. അതെ, അങ്ങനെ തന്നെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും മാളവിക, വളരെ നന്ദി. ഇന്ന് ഇവിടെ ഈ സംഗീതമയമാക്കിയതിനും ഭക്തിസാന്ദ്രമാക്കിയതിനും രണ്ടിനും വളരെ നന്ദി. അതിഥിയായി എത്തിയതിന് ജനം ടിവിയുടെ കുടുംബത്തിൻ്റെ വകയായി നന്ദി. പൊങ്കാല ആശംസകൾ മുൻകൂട്ടി നേരുന്നു. പുതുതായി തലക്കെട്ടുകളിൽ ഇടം പിടിച്ച ചില വാർത്തകളുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. കണ്ണൂർ പാനൂരിൽ BJP പ്രവർത്തകനായ ഷൈജുവിനെ കൊല്ലാനായിരുന്നു CPM ശ്രമം എന്ന FIR. കൊടുവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി പ്രതികൾ ആക്രോശിച്ചെത്തി. വധശ്രമത്തിന് വഴിവെച്ചത് രാഷ്ട്രീയ വിരോധമെന്നും FIR-ൽ പറയുന്നു. 8 പേരാണ് കേസിലെ പ്രതികൾ. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, അപ്പോൾ ആസൂത്രിതമായി കൊല്ലുക അത് തന്നെയായിരുന്നു ഉദ്ദേശമെന്നാണ് FIR-ൽ വ്യക്തമായി പറയുന്നത്. മിഥുൻ, തീർച്ചയായും വീണ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കണ്ണൂർ പാനൂർ പൊയിലൂരിൽ BJP പ്രവർത്തകനായ ഷൈജുവിന് വെട്ടേറ്റുകയും മറ്റ് 4 പേർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്യുന്നൊരു സംഭവം ഉണ്ടായത്. ഇതിനാണിപ്പോൾ പോലീസ് കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ CPM-കാരായ അജ്നാസ്, അജിത്ത് കൂടാതെ മറ്റ് 6 പേർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിലെടുത്തു പറയേണ്ടത് FIR-ൽ പറയുന്നത് ഷൈജുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇവർ എത്തി എന്നുള്ള ഒരു കാര്യമാണ്. FIR-ൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇന്നലെ ഏതാണ്ട് 3 മണിയോടുകൂടി തൃപ്പങ്ങോട്ടൂർ പ്രദേശത്ത് ഉത്സവത്തിന് പോവുകയായിരുന്ന RSS പ്രവർത്തകരായ ഈ 5 പേരെ കൊല്ലണമെന്ന ഒരു ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയ വിരോധം വെച്ച് ഇവർ മാരകായുധങ്ങളുമായി ആക്രമിച്ചു എന്നാണ് പറയുന്നത്. തലയ്ക്ക് വടിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതുപോലെ തന്നെ ഇരുമ്പ് ദണ്ട് കൊണ്ട് ഈ ഷൈജുവിന്റെ കൈ അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റ് 4 പേർക്ക് ഇരുമ്പ് ദണ്ടുള്ള മർദ്ദനത്തിൽ സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരാതിക്കാരനെ കൊലപ്പെടുത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. ഈ അജ്നാസ് എന്ന് പറയുന്ന 1-ാം പ്രതി ഷൈജുവിനെ കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് കൊടുവാൾ കൊണ്ട് ഈ ഷൈജുവിന്റെ തലയ്ക്ക് വെട്ടി പരിക്കേൽപ്പിച്ചു എന്നാണ് FIR-ൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഷൈജുവിന്റെ മൊഴി അനുസരിച്ചാണ് ഇത്തരത്തിൽ പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ, ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിലും അന്വേഷണം തുടരുകയാണ്. ഈ 2 പേർ ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടെന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുകയാണ്. മറ്റ് 6 പ്രതികളെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. വീണ, മിഥുൻ പിള്ള, ഈ അക്രമം നടന്നത് ഉത്സവത്തിനിടെയാണ്. അവിടെ പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നതിനിടെയാണ്. അപ്പോൾ ഉത്സവത്തിന്റെ ഘോഷയാത്ര പോകുമ്പോഴായിരുന്നോ അതോ ഉത്സവപ്പറമ്പിൽ ഇവർ സംഘടിച്ചെത്തി ആക്രമിക്കുകയായിരുന്നു? അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ മിഥുൻ പിള്ള? വിനോദ്, ഇന്നലെ പാനൂർ പൊയിലൂർ എന്ന് പറയുന്ന സ്ഥലത്തെ മുത്തപ്പൻ മണപ്പൂരിയുടെ ഉത്സവം നടക്കുകയാണ്. അവിടെ ഉത്സവം കാണാനെത്തിയതാണ് ഷൈജുവും മറ്റ് 4 സുഹൃത്തുക്കളും. ഉത്സവത്തിൽ വന്ന് നമുക്കറിയാം കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല ചൂടാണ്. ഈ ഉത്സവം കാണാൻ വരുന്ന വഴി ചൂടായതുകൊണ്ട് തന്നെ അവർ സമീപത്തെ പുഴക്കരയിൽ നിന്ന് അല്പസമയം വിശ്രമിക്കുകയായിരുന്നു. ഈ സമയത്താണ് എതിർദിശയിൽ നിന്ന് ആയുധങ്ങളുമായി വന്ന ഈ CPM അക്രമി സംഘം ഷൈജുവിനെയും സുഹൃത്തുക്കളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവർ കരുതിക്കൂട്ടിയാണ് ഈ ഒരു അക്രമത്തിന് എത്തിയതെന്ന് തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമാണ്. കാരണം വടിവാളും ഇരുമ്പുദണ്ടും BJP പ്രവർത്തകരെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ ഒരു അക്രമം ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നു. 2 CPM പ്രവർത്തകർ ആണിപ്പോൾ ആദ്യത്തെ പട്ടികയിലുള്ളത്. അതായത് അജ്നാസ്, അജിത്ത് എന്നീ CPM പ്രവർത്തകരാണ് ഉള്ളത്. മറ്റ് കണ്ടാൽ അറിയാവുന്ന 6 പേർക്കെതിരെ കൂടിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്.
ഏതായാലും പോലീസ് ഈ കേസ് ഗൗരവമായി തന്നെയാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കുളവല്ലൂർ പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കേസ് അന്വേഷണവുമായി അവർ മുന്നോട്ട് പോവുകയാണ്. ഷൈജുവിന്റെ മൊഴി പ്രകാരമാണ് ഈ 8 പേർക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. വിനോദ്, അതെ, അവിടെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ആസൂത്രിതമായി നീക്കം കൊലപാതക ശ്രമം നടത്തുകയായിരുന്നു. എന്തായാലും പരിക്കേറ്റ BJP പ്രവർത്തകൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ പ്രതികൾ CPM-കാരായതുകൊണ്ട് കേസ് ഏത് നിലയിൽ പോകുമെന്ന് കണ്ടറിയാം, അല്ലേ? ഓക്കെ, ഇന്ന് അയ്യ വൈകുണ്ഠസ്വാമി ജയന്തി. കേരള നവോത്ഥാനത്തിൻ്റെ ആദ്യകാല നായകൻ. ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്കും സാമൂഹിക വ്യവസ്ഥകളുടെ തിന്മകൾക്കുമെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അയ്യ വൈകുണ്ഠസ്വാമി. ഇന്ന് മാർച്ച് 12 അയ്യ വൈകുണ്ഠസ്വാമി ജയന്തി. കേരള നവോത്ഥാനത്തിന്റെ ആദ്യകാല നായകൻ, സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയ നവോത്ഥാന നായകന്മാർക്കൊപ്പം തങ്കലിപികളാൽ എഴുതപ്പെട്ട പേര്. 1809 കന്യാകുമാരി ജില്ലയിലെ പൂവാണ്ടൻ തോപ്പിൽ പൊന്നുമാടന്റെയും വെയിലാളമ്മയുടെയും മകനായി ജനനം. കുട്ടിയുടെ തേജസ്സുള്ള മുഖം കണ്ട് മാതാപിതാക്കൾ മുടിച്ചൂടാ പെരുമാൾ എന്ന പേരിട്ടെങ്കിലും അന്നത്തെ ദുഷിച്ച ലോകം ആ പേര് വിളിക്കാൻ അനുവദിച്ചില്ല. തുടർന്ന് മുത്തുക്കുട്ടിയെന്ന് പേര് മാറ്റി. എന്നിട്ടും അന്നത്തെ യാഥാസ്ഥിതികൾ വിഷം നൽകി അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റോടിയ മുത്തുക്കുട്ടി തിരുച്ചെന്തൂരിലെ കടലിലേക്ക് എടുത്തുചാടി. മകൻ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന അമ്മയ്ക്ക് മുന്നിലേക്ക് 3-ാം നാൾ മുത്തുക്കുട്ടി മടങ്ങിയെത്തി. അപ്പോൾ മുതൽ മുത്തുക്കുട്ടി അയ്യ വൈകുണ്ഠരായി. സത്യാന്വേഷണത്തിന് വിഘാതമായി നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥകളുടെ പൊള്ളത്തരങ്ങളെ തകർത്ത് ആധ്യാത്മിക മണ്ഡലത്തിൽ പരിശോഭിതനായി സ്വാമികൾ. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് ജാതീയമായി നേരിടുന്ന അവഗണനയ്ക്കെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ്. 1836 കന്യാകുമാരി ജില്ലയ്ക്കടുത്തുള്ള ശുചീന്ദ്രത്ത് സ്വാമിത്തോപ്പിൽ സമത്വ സമാജം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. മനുഷ്യരെല്ലാം ഒന്നാണെന്ന ബോധം സൃഷ്ടിക്കാനായിരുന്നു ഇത്. ഹൈന്ദവ യാഥാസ്ഥിതികരെയും വൈദേശിക മതപരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർത്തു. ഓരോ മനുഷ്യനിലും ദൈവമുണ്ടെന്ന് ഉദ്ഘോഷിച്ച അയ്യ വൈകുണ്ഠസ്വാമി 1851 ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. മറ്റൊരു സാമൂഹ്യ വിപ്ലവത്തിന് ഇത് തുടക്കമായി. ഇവിടങ്ങളിൽ പൊതുകിണറുകൾ സ്ഥാപിച്ച് അവയ്ക്ക് മുന്തിരിക്കിണർ എന്ന പേര് നൽകി. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുവയിൽ പന്തി എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യാവഴി എന്ന ധർമ്മപാതയ്ക്കും സ്വാമി രൂപം നൽകി. ജാതിയൊன்றേ, മതം ഒன்றേ, ദൈവമൊன்றേ, നീതിയൊன்றേ എന്ന് സമൂഹത്തോട് ആദ്യമായി അരുൾ ചെയ്തു. കൂലി തന്നില്ലെങ്കിൽ ജോലി വേണ്ടെന്ന് തിരുവിതാംകൂറിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഉച്ചനീചത്വങ്ങൾക്കെതിരെ സഹപന്തി ഭോജനം നടത്തി. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് കീഴ്ജാതിക്കാരും ധരിക്കാൻ അയ്യ വൈകുണ്ഠസ്വാമി ആഹ്വാനം ചെയ്തു. അയ്യ വൈകുണ്ഠസ്വാമിയുടെ ജീവിതം പോരാട്ടമായിരുന്നു. സിദ്ധനായും പോരാളിയായും അവതാരമായുമൊക്കെ നിറഞ്ഞു നിന്ന ജീവിതം. 1851 ജൂൺ 3 അയ്യ വൈകുണ്ഠസ്വാമി സമാധിയായി. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ശതകോടി പ്രണാമം. അയ്യ വൈകുണ്ഠസ്വാമിയുടെ ഓർമ്മ ദിനം കൂടിയാണ് ഇന്ന്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. കേരള അതിർത്തി പിന്നിട്ടാൽ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണ് നാടുകാണിച്ചുരത്തിൽ. റോഡ് തകർന്ന് തരിപ്പണമായതോടെ അപകടം സംഭവിക്കുന്നത് പതിവ് കാഴ്ചയാണ്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്ഷ്യ സാധനങ്ങളുമായി ലോറികൾ ഇതുവഴിയാണ് എത്തുന്നത്. റോഡ് തകർന്ന് തരിപ്പണമായിട്ട് വർഷങ്ങളായി. കേരള അതിർത്തി പിന്നിട്ടാൽ തുടങ്ങും റോഡിന്റെ തകർച്ച. അതിർത്തിക്ക് തൊട്ടപ്പുറത്ത് ടോൾ പിരിവ് നടക്കുന്നുണ്ടെങ്കിലും റോഡ് നവീകരിക്കാൻ മാത്രം പണമില്ല. തമിഴ്നാട് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് കടുത്ത ദുരിതം. ഒരു മാസത്തിൽ 4-5 ലോറികളാണ് ഇവിടെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കർണാടകയിൽ നിന്ന് മാർബിളേറ്റും പച്ചക്കറി ലോഡായിട്ട് വരുന്ന മെയിൻ റോഡാണ്. ഇവിടുത്തെ സർക്കാർ മാത്രമല്ല, ഈ ടൂൾ ആവശ്യമില്ലാത്തിട്ടുള്ള. ഞാൻ തമിഴ്നാട്ടുകാരനാണ്, ഞാൻ നീലഗിരി ജില്ലക്കാരനാണ്, ഈ ദേവരക്കാരനാണ് ഞാൻ. കാരണം ഒരു ദിവസം ഞാൻ ടാക്സി ഡ്രൈവറാണ്. എത്ര പ്രാവശ്യം എൻ്റെ വണ്ടി അടി തട്ടി ടാക്സിൽ കട്ടയക്കുന്നത്.
എത്ര പ്രാവശ്യം. അതുപോലെ നമ്മൾ ചെറിയ വണ്ടി പോട്ടെ, ചെറിയ വണ്ടിൻ്റെ എങ്ങനെയാണ് തട്ടും, ATOC ഇവൻ്റെ ഇന്നോവൻ്റെ ഒക്കെ തട്ടുന്നുണ്ട് പോട്ടെ. ഈ വലിയ വണ്ടികൾ എത്ര അവിടെ കിടന്ന് മറിയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സർക്കാരിൻ്റെ ഈ കോൺട്രാക്റ്റുകാരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് ചോദിച്ചാലും ഫണ്ടായിട്ടില്ല എന്നുള്ളത് കുറേ വർഷങ്ങളായി. ഊട്ടി, മൈസൂർ തുടങ്ങി കർണാടകയിലെയും തമിഴ്നാട്ടിലെയും എല്ലാം പ്രധാന സ്ഥലങ്ങളിലേക്ക് ഇതുവഴിയാണ് കടന്നു പോകേണ്ടത്. ചരക്ക് സാധനങ്ങളുമായി വലിയ ലോറികൾ നിത്യേന ഇതുവഴിയാണ് കടന്നു വരുന്നത്. കുളം കണക്കെ വലിയ കുഴികളാണ് റോഡിൽ. ചരക്ക് വണ്ടി വരുന്നപ്പോൾ ഇടക്കിടക്ക് ഇപ്പോൾ ആഴ്ചയിൽ 1, 2, 3 വട്ടമാണ് അവിടെ ബ്ലോക്കാണ്. കഴിഞ്ഞ ആഴ്ച ബ്ലോക്കായിട്ട് രാത്രി 1:30 ബ്ലോക്കായിട്ട് പിന്നെ പിറ്റേ ദിവസം 2:30 അവിടെ തീർന്നത്. ഫുള്ള് റോഡ് ബ്ലോക്കായിരുന്നു. ഫുള്ള് ഒരു റോഡ് നന്നാക്കാനല്ല, ഈ ടോൾ വിരിക്കൽ മാത്രമേ ഉള്ളൂ. സാധനങ്ങളായിട്ട് ഇവിടുന്ന് ഊട്ടിയിൽ നിന്ന് മൈസൂർ, കർണാടക അവിടെ നിന്നൊക്കെ ഫുള്ള് സാധനം ഇതിൽ ഇറങ്ങണേ. കേരളത്തിലുള്ള കംപ്ലീറ്റ് സാധനം ഇതിൽ ഇറങ്ങണേ. പച്ചക്കറി ഫുള്ള്, അല്ലാത്ത സാധനവും, അരി, എല്ലാ സാധനവും, ഭക്ഷ്യസാധനങ്ങൾ കംപ്ലീറ്റ് വരുന്ന ഇവിടുന്ന ഈ റോഡിനെ ഇറങ്ങി വരുന്നത്. ആഴ്ചയിൽ 2 or 3 അപകടമെങ്കിലും ഇവിടെ പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു. പിന്നെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കും. ടോളെല്ലാം സജീവമായി പിരിക്കുന്നുണ്ട്. പക്ഷേ റോഡിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഒരു വലിയ വാഹനം ഒന്നിച്ചെരിഞ്ഞാൽ പിന്നീട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ്. നാടുകാണി ചുരത്തിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ശിവദാസ് കൽമനം, ജനം. എത്രയോ റോഡുകൾ ഇങ്ങനെ തകർന്നു കിടക്കുന്നു അല്ലേ? ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ നമുക്ക് റോഡിൻ്റെ വാർത്തകൾ മാത്രമായിരിക്കും ഒരു പക്ഷെ കൊടുക്കാൻ കഴിയുക. കാരണം എല്ലാ റോഡുകളും തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഈ ആറ്റുകാൽ ഉത്സവത്തോടനുബന്ധിച്ച് ഈ കണ്ണിൽ പൊടിയിടാനെന്ന് പറഞ്ഞ പോലെ റോഡിൽ അല്പം പൊടിയിട്ട് കുഴികളൊക്കെ ഒന്ന് തൽക്കാലത്തേക്കൊന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈ പൊങ്കാല കഴിഞ്ഞ ആളുകൾ പോകുന്ന മുറയ്ക്ക് വീണ്ടും ആ റോഡ് മഴ പെയ്താൽ അതെല്ലാം ഒലിച്ചു. അതെ. ഇനി രാജ്യാന്തരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് കേരള ഹൗസിലെത്തുന്ന ധനമന്ത്രി മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത ഭക്ഷണത്തിന് ശേഷമാകും മറ്റ് ചർച്ചകളിലേക്ക് കടക്കുക. കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വിവിധ ആവശ്യങ്ങൾ ചർച്ച ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നത്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ ഇന്നത്തെ ചർച്ച കേന്ദ്ര ധനമന്ത്രിയുമായി ആയതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേരളത്തിന് ഉണർത്തിക്കാനുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു? പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ ആകുമെന്ന് കരുതാം. നമസ്തേ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നിർണായകമായിട്ടുള്ള ചർച്ചകൾ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. രാവിലെ 9 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. ഔദ്യോഗികമായൊരു ഫോർമൽ മീറ്റിംഗ് എന്നതിനപ്പുറത്തേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 9 മണിയോടെ കേരള ഹൗസിലെത്തും. മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും പ്രഭാത ഭക്ഷണം കഴിക്കുക. ഗവർണർ ഒപ്പം ഈ കേരള ഹൗസിൽ ഉണ്ട്. ഗവർണറും ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമോ എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അദ്ദേഹവും ചിലപ്പോൾ ഈ ഒരു പ്രഭാത ഭക്ഷണത്തിൽ കേന്ദ്ര ധനമന്ത്രിക്കൊപ്പവും മുഖ്യമന്ത്രിക്കൊപ്പവും പങ്കുചേരും. ഈ പ്രഭാത ഭക്ഷണത്തിനും അതിനുശേഷമായിരിക്കും വീണ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരത്തിൽ ധനമന്ത്രിയുമായുള്ള ചർച്ചകൾ നടത്തുക. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഇതിനോടകം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നയിച്ചിട്ടുള്ളത് നൽകിയിട്ടുള്ള പണത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ, പണം വിനിയോഗിച്ചതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാനം നൽകിയിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മുൻപും സമാനമായി വിവിധ കേന്ദ്ര പദ്ധതികളിൽ പണം സംസ്ഥാനത്തിന് നൽകുന്നുണ്ടെങ്കിൽ പോലും ആ പണം വിനിയോഗിച്ചതിൻ്റെയും വിശദാംശങ്ങൾ, കണക്കുകൾ നൽകാത്തതിനാൽ ആ പദ്ധതിയുടെ അടുത്ത ഗഡു സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആ കണക്കുകൾ നൽകിയിട്ടില്ല എന്ന വിവരം മറച്ചു വെച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ധനസഹായം ലഭിച്ചില്ല എന്ന വലിയ ആരോപണങ്ങൾ തുടർച്ചയായി സംസ്ഥാനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ തേടി പോകുമ്പോഴാണ് മുൻപ് നൽകിയിട്ടുള്ള പണത്തിൻ്റെ ആ പണം വിനിയോഗിച്ചതിൻ്റെ കണക്കുകൾ തിരിച്ചു നൽകാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ അടുത്ത ഘടുക്കൾ സംസ്ഥാനത്തിന് നൽകാൻ സാധിക്കാത്തത് എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് നിർണായകമായ ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം നിലവിൽ വയനാട്ടിലുണ്ടായിട്ടുള്ള ചൂരൽമലയിലുണ്ടായിട്ടുള്ള പ്രളയവുമായി ബന്ധപ്പെട്ട് അതിന് കേന്ദ്രം വായ്പാ സഹായം നൽകിയിട്ടുണ്ട്. ആ വായ്പ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകണം എന്നത് സംബന്ധിച്ചൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ കേന്ദ്രത്തിന് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ആ കാലാവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി ചർച്ച നടത്തും. ഒപ്പം ആശാപ്രവർത്തകരുടെ പ്രശ്നം
പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചർച്ച നടക്കുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഇന്നലെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ മറുപടി കേന്ദ്ര ആരോഗ്യമന്ത്രി തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു ചർച്ച ഇന്ന് മുഖ്യമന്ത്രി ധനമന്ത്രിയുമായി ഈ ആശാപ്രവർത്തകരുടെ വിഷയത്തിൽ നടത്തുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ആയുഷ്മാൻ ഭാരതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകാനുള്ള കുടിശ്ശിക മുഴുവൻ ഇതിനോടകം തന്നെ കേരളത്തിന് നൽകിയിട്ടുണ്ടെന്നും ഒപ്പം ആശാപ്രവർത്തകരുടെ വേതനം വർദ്ധിപ്പിക്കും എന്ന പ്രഖ്യാപനവും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്നലെ പാർലമെന്റിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിൽ ആശാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യമന്ത്രി സംസാരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചൂരൽമല മുണ്ടക്കൈ ആ പ്രളയബാധിത മേഖലയ്ക്ക് നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള വായ്പ വിനിയോഗിക്കുന്നതിനുള്ള കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യം തീർച്ചയായും മുഖ്യമന്ത്രി ഉന്നയിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 9 മണിയോടെ കേരള ഹൗസിലെത്തും. പ്രഭാത ഭക്ഷണം മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും. ഗവർണറും ഇന്ന് കേരള ഹൗസിലുണ്ട്. ഇന്നലെ രാത്രി ഗവർണർ മുഖ്യമന്ത്രിക്കും ഒപ്പം കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും കേരള ഹൗസിൽ അത്താഴ വിരുന്നൊരുക്കുകയും അവിടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൻ്റെ ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്കൊപ്പവും കേരളം നിലവിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളം തൻ്റെ സംസ്ഥാനമാണ്, അതുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ആവശ്യങ്ങൾക്കൊപ്പവും പ്രവർത്തനങ്ങൾക്കൊപ്പവും ഉണ്ടാകും എന്ന ഉറപ്പും ഗവർണർ നൽകിയിരുന്നു. വീണ. അതെ, ആശാവർക്കർമാർക്കുള്ള സഹായം കേന്ദ്ര ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്നലെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അക്കാര്യം ഇന്നലെ നേരിട്ട് അവരുടെ ആശാവർക്കർമാരുടെ സമരപ്പന്തലിലെത്തി അവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിൽ സംസാരിക്കുന്ന ആ കൂടിക്കാഴ്ചയിൽ കേരളത്തിനുള്ള സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തയിലേക്ക് വരാം. മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശാല ഗ്ലോബൽ സൗത്തുമായി ഭാരതത്തെ കോർത്തിണക്കുന്ന മൗറീഷ്യസ് പങ്കാളി മാത്രമല്ല കുടുംബം ആണ് എന്നുകൂടി പ്രധാനമന്ത്രി പറയുന്നു. മൗറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്ന് മോദി വിശിഷ്ട അതിഥിയാണ്. മൗറീഷ്യസിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്ദേഹത്തിന് ഇന്നലെ സമ്മാനിക്കുകയും ചെയ്തു. ഭാരത സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. മോദിയുടെ 4ാം സത്യപ്രതിജ്ഞാ ചടങ്ങിന് തന്നെ ക്ഷണിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നവീൻ ചന്ദ്ര കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ വാക്കുകളിലേക്ക്. सौभाग्य मिला है। भारत और मॉरिशस पार्टनरशिप केवल हमारे ऐतिहासिक संबंधों तक सीमित नहीं है, ये साझा मूल्यों, आपसी विश्वास और उज्जवल भविष्य के एक समान दृष्टिकोण पर आधारित है। हमारे संबंधों को आपने हमेशा नेतृत्व प्रदान किया है और इसी नेतृत्व के बल पर हमारी साझेदारी हर क्षेत्र में निरंतर मजबूत हो रही है। I recall with great pride and a sense of profound gratitude the unique privilege you so kindly honored me with by inviting me to your first swearing-in ceremony as Prime Minister of India in 2014. I'm hoping you will invite me for the 4th swearing-in as well. I'm immensely proud and honored, Prime Minister, that you have accepted my invitation to grace our National Day celebrations by your presence despite your very heavy schedule. Prime Minister, the bond which links India and Mauritius is eternal and ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മൗറീഷ്യസ് സന്ദർശിക്കുന്നു. അവിടുത്തെ പരമോന്നത ബഹുമതി അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. ഭാരതവും മൗറീഷ്യസും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്ന ചില നീക്കങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഐസൺ. ആയതും ശക്തമായതുമായൊരു ബന്ധമാണ് ഭാരതവും നേരത്തെ തന്നെ മൗറീഷ്യസുമായി ഉള്ളത്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസിൻ്റെ ആ പ്രാധാന്യം ഭാരതം എത്ര കണ്ട് ഗൗരവത്തോടെ കാണുന്നു എന്നത് പ്രധാനമന്ത്രിയുടെ വാക്കുകളിലും അതുപോലെ തന്നെ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്രയുടെ വാക്കുകളിലും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസിൻ്റെ ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞതും ഇന്നലെയും മൗറീഷ്യസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നിലപാടുകളും എല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് ഇന്നലെയും ഇന്നുമായുള്ള ഈ ചർച്ചകളിലും അതിന് മുന്നോടിയായുള്ള ചർച്ചകളിലും വളരെ കൃത്യമായി പറഞ്ഞത് ഗ്ലോബൽ സൗത്തിൻ്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്തിലെ മികച്ച ശബ്ദമാകാൻ തങ്ങൾക്ക് അവസരം നൽകിയത് ഭാരതമാണ്. അതുകൊണ്ട് തന്നെ ഭാരതം ഏറെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് എന്ന് മൗറീഷ്യസ് വളരെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ മൗറീഷ്യസിൻ്റെ ഈ നിലപാട് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് തന്നെ പറയാവുന്ന അടുപ്പത്തിൻ്റെ കാര്യം. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് മൗറീഷ്യസിലെ ജനസംഖ്യയുടെ വലിയൊരളവും ഭാരതീയരാണ്, ഭാരതീയ വംശജരാണ്. നമുക്കറിയാവുന്നതാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇന്ത്യയിലെത്താവുന്നതിനുള്ള വിസ നൽകുന്നത് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇന്നലത്തെ ചടങ്ങുകളിലുണ്ടായി. തീർച്ചയായും ഇന്നലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന അവാർഡ്, അതായത് മൗറീഷ്യസിൻ്റെ ഏറ്റവും പ്രധാനമായ സിവിലിയൻ അവാർഡാണ് അദ്ദേഹത്തിന് നൽകി ആദരിച്ചത്. നമുക്കറിയാവുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നയതന്ത്ര തലത്തിലും അതുപോലെ തന്നെ ആഗോള തലത്തിലും ഏറെ പ്രാധാന്യമുള്ളതാണ്, അന്താരാഷ്ട്ര തലത്തിലും. അത് ഏറെ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണുന്ന ഒരു രാജ്യങ്ങളും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പാകിസ്ഥാനിൽ ബലൂച്ച് വിമോചന പോരാളികൾ ട്രെയിനിൽ ബന്ദികളാക്കിയ 104 പേരെ മോചിപ്പിച്ചു. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 16 വിഘടനവാദികൾ കൊല്ലപ്പെട്ടു. 20 പാകിസ്ഥാൻ സൈനികരും കൊല്ലപ്പെട്ടു. ക്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ജാഫർ എക്സ്പ്രസ് ട്രെയിനാണ് തട്ടിക്കൊണ്ടുപോയത്. ട്രെയിനിൽ 450 യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ 182 പേരെയാണ് വിഘടനവാദികൾ ബന്ദികളാക്കിയത്. ഔറംഗസേബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുൻ കോൺഗ്രസ് സർക്കാർ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറിയതിനാൽ നിയമപരമായി മാത്രമേ ശവകുടീരം നീക്കം ചെയ്യാനാകൂ എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചു. BJPയുടെ സത്താറ MP ഉദയൻ രാജെ ഭോസാലെയാണ് ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? വീണ, മഹാരാഷ്ട്രയിൽ നിലവിൽ വലിയ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് മുഗൾ ചക്രവർത്തി നേരത്തെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് നേരെയും ക്രൂരമായ അതിക്രമങ്ങൾ നടത്തിയിട്ടുള്ള മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മഹാരാഷ്ട്രയിൽ സജീവമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ഈ ചർച്ച വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്നു. നേരത്തെ മറാത്ത രാജാവ് ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ പിൻഗാമിയും ഒപ്പം BJPയുടെ സത്താറ MP-യുമായ ഉദയൻ രാജെ ഭോസ്ലെയാണ് ഇത്തരത്തിലൊരു ആവശ്യം നിലവിൽ സജീവമായി മുൻപോട്ട് വെച്ചിട്ടുള്ളത്. യാതൊരു തരത്തിലും രാജ്യത്തിൻ്റെ സംസ്കാരത്തെ തകർക്കുകയും അല്ലെങ്കിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹൈന്ദവ സമൂഹത്തിന് നേരെയും രാജ്യത്തെ ജനങ്ങൾക്ക് നേരെയും ക്രൂരമായ അതിക്രമം നടത്തിയ ഒരു ചക്രവർത്തിയുടെ ശവകുടീരം സംരക്ഷിക്കേണ്ടതില്ല എന്നും അത് പൊളിച്ചു നീക്കണം എന്നുള്ളതുമായിരുന്നു ഇത്തരത്തിൽ ഉദയൻ രാജെ ഭോസ്ലെ പ്രതികരണം നടത്തിയിരുന്നത്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ രീതിയിൽ മഹാരാഷ്ട്രയിൽ ചർച്ച നടത്തുകയും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് ശരിയാണ്, ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടതാണ്. കാരണം മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരം സംരക്ഷിക്കേണ്ട കാര്യമില്ല, പക്ഷേ നിയമപരമായി മാത്രമേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കൂ. നിലവിൽ ഔറംഗസേബിൻ്റെ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് കീഴിലാണുള്ളത്. അതിൽ മുൻ കോൺഗ്രസ് സർക്കാരാണ് ഇത്തരത്തിൽ ഈ ശവകുടീരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് വിട്ടു നൽകിക്കൊണ്ട് സംരക്ഷിക്കണം എന്ന ആവശ്യം മുൻപോട്ട് വയ്ക്കുകയും അത് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അതുകൊണ്ട് അത്തരത്തിൽ ആ ശവകുടീരം പൊളിച്ചു നീക്കുകയാണെങ്കിൽ അത് നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുള്ളത്. മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചാ വിഷയമാകുന്നു മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. നമുക്കറിയാം ഭാരതത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഏൽപ്പിച്ചിട്ടുള്ള ക്ഷതം, ഒപ്പം രാജ്യത്തെ പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാശിയും മധുരയും ഉൾപ്പെടെ ഹിന്ദുവിൻ്റെ അഭിമാന കേന്ദ്രമായിരുന്ന പ്രദേശങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർത്തുകൊണ്ട് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്നതിന് മുസ്ലിം ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിന് മുൻകൈയെടുക്കുകയും അത്തരം ക്ഷേത്രങ്ങൾ തകർക്കുന്നത് അഭിമാനമാണ് എന്ന് സ്വന്തം ചരിത്രത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുള്ള മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസേബ്. അതുകൊണ്ട് തന്നെ ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്ന വലിയ ചർച്ചയാണ് ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. നിയമത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ശവകുടീരം പൊളിച്ചു നീക്കാൻ സാധിക്കൂ എന്ന പ്രതികരണമാണ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നടത്തിയത്. വീണ. ഓക്കെ, ശരി ജിഷ്ണു. ഇനി മറ്റൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറെന്ന് ഉക്രൈൻ സന്നദ്ധത അറിയിച്ചതോടെ തടഞ്ഞുവെച്ച സൈനിക സഹായം പുനഃസ്ഥാപിക്കുമെന്ന് അമേരിക്കയും അറിയിച്ചു. റഷ്യയുടെ നിലപാടാണ് ഇനി നിർണായകമെന്ന് സൗദി അറേബ്യയിൽ ഉക്രൈനുമായുള്ള ചർച്ച നയിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ചർച്ചകൾ തുടരാൻ ഡൊണാൾഡ് ട്രംപ് വ്ളോഡിമർ സെലൻസ്കിയെ അമേരിക്കയിലേക്ക് സ്വാഗതം ചെയ്തു. The last visit you saw at the Oval Office, and so that's a total ceasefire. Ukraine has agreed to it, and hopefully Russia will agree to it. We're going to meet with them later on today and tomorrow,
and hopefully we'll be able to wipe out a deal. But I think the ceasefire is very important. If we can get Russia to do it, that'll be great. If we can't, we just keep going on and people are going to get killed. Lots of people. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഉക്രൈൻ അറിയിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് റഷ്യയുടെ പ്രതികരണമാണ്. അപ്പോൾ നമുക്ക് ഈ മേഖലയിൽ സമാധാനം പ്രതീക്ഷിക്കാമോ ഐസൺ? വിനോദ്, തീർച്ചയായും ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷ തന്നെയാണ് വളരെ കൃത്യമായി നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അധികാരമേറ്റതിന് ശേഷം ഇക്കാര്യത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുമെന്ന് വളരെ കൃത്യമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുകയും അതിൻ്റെ ഭാഗമായി റഷ്യൻ പ്രതിനിധികളുമായി സൗദി അറേബ്യയിൽ ചർച്ച നടത്തിയിരുന്നു. അത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റുമായും അതുപോലെ തന്നെ യുക്രൈൻ പ്രസിഡന്റുമായും അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലെത്തി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എങ്കിൽ കൂടി അതിനുശേഷവും ആ സമാധാനം സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ കാര്യമായ ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് തുടരുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ സൗദി അറേബ്യയിൽ യുക്രൈനുമായുള്ള ചർച്ച മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തത്. മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ അവിടെയുള്ള അമേരിക്കയുടെ പ്രതിനിധികളെല്ലാം തന്നെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏറെ നിർണായകമായൊരു കാര്യം, അന്നേ ദിവസം തന്നെ വോളോഡിമിർ സെലൻസ്കി സൗദി അറേബ്യയിൽ എത്തിയിരുന്നു എന്നതും മറ്റൊരു വാർത്തയാണ്. എന്നാൽ അദ്ദേഹം ചർച്ചകളിലൊന്നും പങ്കെടുക്കുകയും ചെയ്തില്ല. നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചകളിലെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വെടിനിർത്തലിനുള്ള ധാരണയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ യുക്രൈൻ പറഞ്ഞത് നാവിക നടപടികളും അതുപോലെ തന്നെ വ്യോമസേനയുടെ നടപടികളും എല്ലാം തന്നെ അടിയന്തരമായി നിർത്തിവെക്കണമെന്നൊരാവശ്യമാണ്. അത്തരത്തിൽ റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്നായിരുന്നു. ഇന്നലെ നടന്ന ചർച്ചയിൽ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്നും പിന്തിരിയാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യുദ്ധസമാനമായ പ്രവർത്തികളിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറെന്ന് വളരെ കൃത്യമായി അദ്ദേഹം യുക്രൈൻ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ വാക്കുകൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. ഇതിനൊരു ധാരണയിൽ എത്തി എന്ന് വളരെ കൃത്യമായി. വെടിനിർത്തൽ ധാരണയ്ക്ക് 30 ദിവസത്തെ വെടിനിർത്തൽ ധാരണ നമുക്കറിയാവുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടം വെടിനിർത്തൽ 30 ദിവസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചെറിയ കാലയളവിലേക്കായിരിക്കും ആദ്യം ഉണ്ടാവുക. പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള നടപടിക്രമങ്ങളുടെ രീതി അനുസരിച്ച് പൂർണ്ണമായും വെടിനിർത്തലിലേക്ക് നീങ്ങുക എന്നതാണ് ഒരു ചർച്ചയുടെ ഭാഗമായി നടക്കുക. അതിൻ്റെ ഭാഗമായി 30 ദിവസത്തെ വെടിനിർത്തലിനെ യുക്രൈൻ തയ്യാറെന്ന് വളരെ കൃത്യമായി അറിയിച്ചൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇനിയും റഷ്യയുടെ പ്രതികരണമാണ് അറിയേണ്ടത്. നേരത്തെ റഷ്യൻ പ്രസിഡന്റ് എല്ലാം തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. യുദ്ധം നിർത്താൻ തയ്യാറാണ് എന്ന നിലപാട് വളരെ കൃത്യമായി റഷ്യൻ പ്രസിഡന്റ് അറിയിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ഇപ്പോൾ ഒത്തുവരുന്നു. അല്ലെങ്കിൽ യുക്രൈനും അതുപോലെ തന്നെ റഷ്യയും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് തയ്യാറായിരിക്കുന്നു. അമേരിക്കയുടെ മധ്യസ്ഥത്തിൽ അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. മറ്റൊരു സുപ്രധാന കാര്യം നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലേക്ക് അദ്ദേഹം പുടിനെ ക്ഷണിക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്നതാണ്. അത്തരത്തിൽ ഇനി വീണ്ടും തുടർ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ 30 ദിവസത്തെ വെടിനിർത്തൽ ഏറെ വൈകാതെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരമൊരു വാർത്ത പുറപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ഒരു ശാശ്വത സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നിർണായകമായൊരു കാര്യം യുക്രൈനുള്ള സൈനിക സഹായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക നിർത്തലാക്കിയിരുന്നു. സൈനിക സഹായം എന്നതിനപ്പുറം, അതായത് ഈ യുദ്ധസാമഗ്രികളുടെയും ആയുധങ്ങളുടെയും വിതരണം എന്നതിനപ്പുറം പല ഇൻ്റലിജൻസ് വിവരങ്ങളും സാറ്റലൈറ്റ് ഡാറ്റകളും യുക്രൈന് ലഭ്യമാക്കിയിരുന്നത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായിരുന്നു. സ്വാഭാവികമായും അമേരിക്കയുടെ അവർക്ക് പ്രതിരോധിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്തൊരു സാഹചര്യം, ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകാത്തൊരു സാഹചര്യം വരുമ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ അതൊരു ആഘാതമായി മാറുമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന യുക്രൈൻ്റെ നിലപാട് പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ യുക്രൈൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഇനി സൈനിക സഹായം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും അതിനുള്ള വഴിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തന്നെയാണ് മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തത്. അത് സംബന്ധിച്ച സ്ഥിരീകരണം പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ പ്രസിഡന്റ് തലത്തിൽ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ സാറ്റലൈറ്റ് ഡാറ്റകളും അതുപോലുള്ള സംവിധാനങ്ങളും പ്രതിരോധം ഉറപ്പാക്കുന്നതിന്, വെടിനിർത്തൽ സാധ്യമായി കഴിഞ്ഞാൽ പ്രതിരോധം ഉറപ്പാക്കുന്നതിന് മാത്രം ഉപയോഗിക്കുമെന്ന ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അത് ലഭ്യമാക്കുക. അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ഡാറ്റകളും അതുപോലെ തന്നെ മറ്റു ഏവിയോണിക്സ് ഡാറ്റകളുമായി ബന്ധപ്പെട്ട നിരവധിയായ സാങ്കേതിക വിഷയങ്ങളുണ്ട്. അതെല്ലാം തന്നെ യുക്രൈൻ ലഭ്യമാക്കുന്നത് ഈ ഒരു ഉറപ്പിൻ്റെ പേരിലായിരിക്കുമെന്ന് തന്നെയാണ് ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ശാശ്വതമായൊരു സമാധാനത്തിലേക്ക് യുക്രൈൻ റഷ്യ സംഘർഷം നീങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതെ, റഷ്യ യുക്രൈൻ യുദ്ധം ശാശ്വതമായ സമാധാനത്തിലേക്ക് നീങ്ങുന്നു. 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറാണ് എന്ന് ഉക്രൈൻ അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഉക്രൈനുള്ള സൈനിക സഹായം പുനഃസ്ഥാപിക്കാമെന്ന് അമേരിക്കയും ഉറപ്പ് നൽകുകയാണ്. റഷ്യയുടെ പ്രതികരണമാണ് ഇക്കാര്യത്തിൽ ഇനി അറിയേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്. ഇനി നമുക്ക് മറ്റ് കേരള വാർത്തയിലേക്ക് വരാം.
CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇന്ന് KPCCയുടെ വേദിയിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ഗുരുദേവൻ ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക സമ്മേളനത്തിലാണ് ജി സുധാകരൻ പങ്കെടുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പമാണ് ജി സുധാകരൻ വേദി പങ്കെടുക്കുക. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, നമുക്കറിയാം ജി സുധാകരൻ അടുത്ത കാലത്ത് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ CPMന് അപ്രിയമായി വരുന്നുണ്ട്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നും CPM പങ്കെടുപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടത്തിയിട്ട് പോലും അദ്ദേഹത്തെ അങ്ങോട്ടേക്കൊന്നും ക്ഷണിച്ചു പോലുമില്ല. മുൻ മന്ത്രിയാണ്, ആ പാർട്ടിയുടെ പ്രമുഖ നേതാവാണ്. പക്ഷേ ഇന്ന് പാർട്ടിയിൽ നിന്നും അവഗണന നേരിടുകയാണ്. അപ്പോഴാണ് KPCCയുടെ വളരെ പ്രധാനപ്പെട്ട ശിവഗിരിയിൽ ഗാന്ധിജിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ശതാബ്ദി സ്മാരക സമ്മേളനത്തിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നു എന്നുള്ളത്. കോൺഗ്രസ് വേദിയിൽ ജി സുധാകരൻ പങ്കെടുക്കുന്നു. ഈ പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നതൊന്നും വലിയ വാർത്തയില്ല. പക്ഷേ ജി സുധാകരൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു പ്രധാന വാർത്തയായി മാറുന്നുണ്ട്. വിനീഷ് ചേരുന്നു. അങ്ങനെയല്ലേ വിനീഷ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജി സുധാകരൻ CPMുമായി വലിയ ഒരു സ്വരച്ചേർച്ചയിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ജി സുധാകരൻ നേരിട്ട് ഇപ്പോൾ KPCC പങ്കെടുപ്പിക്കുന്ന പരിപാടിയിൽ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി പങ്കെടുപ്പിക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന പരിപാടിയിൽ നേരിട്ടെത്തുന്നു. പ്രത്യേക ക്ഷണിതാവായാണ് അദ്ദേഹം പരിപാടിയുടെ ഭാഗമാകുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഇതിൽ രാഷ്ട്രീയ ചർച്ചകൾ ഏറെയാണ്. ജി സുധാകരന്റെ നിലപാട് ഏത് തരത്തിലേക്കാണ്, അത് കോൺഗ്രസ് ചായ്വിലേക്ക് നീങ്ങുന്നു എന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ CPMനുള്ളിൽ ഒരു വിഭാഗം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസ് കിട്ടിയ തക്കത്തിന് ജി സുധാകരനെ ഒപ്പത്തോടൊപ്പം ചേർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ തന്നെ മുതിർന്ന മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, ഒപ്പം തന്നെ CPMലെ മുതിർന്ന ഒരു നേതാവാണ്. ആ നേതാവിനെ തങ്ങളോടൊപ്പം കൂട്ടത്തു പിടിച്ചാൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അത് ഏറെ ഗുണം ചെയ്യും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് ജി സുധാകരനെ ഏത് തരത്തിലെങ്കിലും തങ്ങളുടെ ഈ പരിപാടി ഗാന്ധിജി സമാഗമ ശതാബ്ദി സ്മാരക ദിനത്തിലുള്ള പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാനായി എത്തിക്കുന്നത്. വൈകുന്നേരം നടക്കുന്ന പരിപാടി തിരുവനന്തപുരത്താണ് നടക്കുന്നത്. വൈകുന്നേരം 4:30 പരിപാടി ആരംഭിക്കുന്നത്. ഇനി ജി സുധാകരൻ വേദിയിലേക്ക് നേരിട്ട് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വേദിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിലാണ് സംശയമുള്ളത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സുധാകരൻ എത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നതും ഒപ്പം സുധാകരന്റെ അടുത്ത വൃത്തങ്ങളും വ്യക്തമാക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. എന്തായിരുന്നാലും ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു സംഗമത്തിന് തന്നെയാണ് ഇന്ന് വേദിയാകുന്നത്, തിരുവനന്തപുരത്ത് വേദിയാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ ചർച്ചകൾ ഒരു ഭാഗത്ത് സജീവമായി തകൃതിയായി നടക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ഇതിനെല്ലാം തന്നെ ഒരു മുതൽക്കൂട്ടാകുന്ന തരത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ നീങ്ങുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഏത് വിധേനയും ജി സുധാകരനെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. എന്തായിരുന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം പരിപാടിയുടെ ഭാഗമാകാം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജി സുധാകരനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ CPMന്റെ ചില കേന്ദ്രങ്ങൾ സുധാകരൻ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം സുധാകരനോട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെയാണ് നിലവിൽ ഏറെ രാഷ്ട്രീയ മാനങ്ങളുള്ള ഒരു പരിപാടിയുടെ ഭാഗമായി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പൊതുവേദിയിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേരിട്ട് നടത്തുന്ന ഒരു പൊതുപരിപാടിയുടെ ഭാഗമാകാൻ ജി സുധാകരൻ CPMന്റെ ഏറ്റവും ഉന്നതനായ നേതാവ് അല്ലെങ്കിൽ CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ് കോൺഗ്രസിന്റെ വേദിയിലേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അത് ഒരു പരിപാടിയുടെ ഭാഗമായി എത്തുന്നെങ്കിൽ പോലും അതിൽ രാഷ്ട്രീയ മാനങ്ങൾ ഏറെയാണ് എന്നതാണ് വിലയിരുത്താൻ സാധിക്കുന്നത്. വിനോദ്, അതെ, രാഷ്ട്രീയ പ്രാധാന്യമേറെയുള്ള ഒരു സംഭവം തന്നെയാണ് എന്ന് വിനീഷ് സൂചിപ്പിക്കുന്നു. നേരത്തെ ജി സുധാകരൻ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നു. പിന്നീട് അദ്ദേഹം അത് പിന്നീട് ഒരു അവസരമാകാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു. ഒരു ഭാഗത്ത് ശശി തരൂരിനെ അടർത്താൻ ഇടതുപക്ഷം ശ്രമിക്കുമ്പോൾ ഇപ്പുറത്ത് ഇവിടുത്തെ അസ്വസ്ഥരെ അടർത്തി അവരുടെ പരിപാടികളൊക്കെ കൊണ്ടുപോകാൻ കോൺഗ്രസും ശ്രമിക്കുകയാണ്. ഇതൊക്കെ ഏത് ഘട്ടത്തിൽ വരെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ജി സുധാകരൻ വരുമോ ഇല്ലയോ, എന്നാൽ അവിടെ എന്ത് പ്രസംഗിക്കും, വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം എന്ത് പ്രസംഗിക്കും, എന്ത് പറയും, എന്ത് നിലപാടെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ്. തീർച്ചയായും മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ടിന്മേൽ ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ.
നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യയ്ക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയ കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയനെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയാണ് അപ്പീൽ നൽകിയിരിക്കുന്നത്. ഹൈക്കോടതി അഭിഭാഷകനും വിവരാവകാശ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൊളത്തൂർ ജയസിംഗ് ആണ് അപ്പീൽ സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ CPM നേതാവ് പി ദിവ്യയ്ക്ക് തിരിച്ചടിയാകുന്ന ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിലേക്ക് പി ദിവ്യ എത്തിയത് ആസൂത്രിതമായിട്ടാണെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പി ദിവ്യയ്ക്ക് യോഗത്തിൽ പ്രസംഗിക്കാൻ അവസരമൊരുക്കി കൊടുത്ത കളക്ടർ അരുൺ കെ വിജയനെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലെന്ന് പറഞ്ഞാണ് അഡ്വക്കേറ്റ് കൊളത്തൂർ ജയസിംഗ് ചീഫ് സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയത്. റവന്യൂ വകുപ്പ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലോ നിയന്ത്രണത്തിലോ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. അതിനാൽ കളക്ടറേറ്റ് ജീവനക്കാരുടെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങ് അദ്ദേഹത്തെ അപമാനിക്കുന്ന ചടങ്ങായി മാറിയത് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിലാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും അരുൺ കെ വിജയനെ ഒഴിവാക്കാനാവില്ലെന്നും അപ്പീലിൽ പറയുന്നു. അതിനാൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറിയെ കൊണ്ട് പരിശോധിപ്പിച്ച് കളക്ടർക്കെതിരെ അച്ചടക്ക നടപടിയെടുപ്പിക്കാനുള്ള ശുപാർശ വേണമെന്നാണ് അപ്പീലിൽ പറയുന്നത്. ജനം, കോഴിക്കോട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകാം. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ CPMകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി. കരിമ്പം ഫാമിലെ ജീവനക്കാരനായ VV രൂപേഷാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന് രൂപേഷ് പറയുന്നു. തളിപ്പറമ്പ് കരിമ്പം ഫാമിൽ നടന്ന അഴിമതി ചോദ്യം ചെയ്തതും ഫാമിലെ ജീവനക്കാരനായ CPM ബ്രാഞ്ച് സെക്രട്ടറി ജോലിക്ക് വന്ന് ഒപ്പിട്ട ശേഷം പാർട്ടി പരിപാടികൾക്ക് പോയത് ചോദ്യം ചെയ്തതുമാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നാണ് രൂപേഷ് പറയുന്നത്. കരിമ്പ ഫാമിൽ ഒരു അഴിമതി നടന്നിനി. കരിമ്പ ഫാമിൽ തന്നെ ഈ ഷനൂപ് എന്ന് പറയാൻ ഒപ്പിട്ടിട്ട് പാർട്ടി പരിപാടിക്കെല്ലാം പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് പത്രത്തെല്ലാം വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരിമ്പ ഫാമിൽ നിന്ന് ഇവരെന്നെ തല്ലാൻ വേണ്ടി വന്നു. തല്ലാൻ വന്ന സമയത്ത് ഞാനത് പിറ്റേ ദിവസം ഇവർ വലിയ കേസ് അവിടെ കൊടുത്തിന്. അന്ന് മുതൽ ഈ രണ്ട് സംഭവം എൻ്റെ മനസ്സിലുള്ളത്, വേറെ എന്താണെന്ന് കാരണം എന്ന് എനിക്കറിയില്ല. അതിനുശേഷം എനിക്ക് ഒരു പരിപാടിക്കോ ഒരു കല്യാണത്തിനോ ഒന്നും പോകാൻ പറ്റുന്നില്ല. അത് നാട്ടുകാർക്കെല്ലാം അറിയാം. എവിടെ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ തല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി തനിക്കു നേരെ അക്രമങ്ങൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസം മുമ്പ് ഉത്സവപ്പറമ്പിൽ വെച്ചും ഫാമിലെ ജീവനക്കാരനും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിൽ രൂപേഷിനെ ആക്രമിച്ചു. തടയാൻ വന്ന തന്റെ ബന്ധുവിനെയും ആക്രമിച്ചു എന്നും ഇദ്ദേഹം പറയുന്നു. എന്നിട്ടിപ്പോൾ ഗാനവിളക്ക് പോയ സമയത്ത് ഇവരെല്ലാം കൂടി വന്നിട്ട് എന്നെ അടിച്ചു. പിടിച്ചൊക്കെ വന്ന് എൻ്റെ മാമീനും തച്ചു. എന്നിട്ട് ഇവർ എൻ്റെ പേര് കള്ള കേസ് കൊടുത്തു. ഇവരെ തച്ചു വണ്ടി അടിയിലെ ജനങ്ങൾ മൊത്തം കാണുന്നുണ്ട് തല്ലുന്ന ആരാന്ന് എന്നെ സംഭവിച്ചിരുന്നു. എന്നിട്ട് ഇവരെന്നെ ജീവിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഫാമിലിപ്പം ജോലിയും ഫാമിനെതിരെ ഒരു വാർത്ത മക്തവിൽ കൊടുത്തു. അത് ആരാ കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഞാനത് കൊടുത്തിട്ടേ ഇല്ല. ഞാനത് തെളിയിക്കാൻ തയ്യാറാണ്. എൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളുണ്ട്. തനിക്ക് നേരെ നിരന്തരം ഭീഷണിയുണ്ടെന്നും ഫാമിന് പുറത്ത് തനിക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നുണ്ടെന്നും ഇനിയും തന്നെ അപായപ്പെടുത്തുമെന്ന ഭയമുണ്ടെന്നും രൂപേഷ് പറയുന്നു. ജനം, കണ്ണൂർ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ ഭയം വ്യക്തമാണ്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഈ തൊഴിലാളിയെ വളരെയധികം ഭീഷണി നേരിടുന്നു. CPM പ്രവർത്തകരാണ് അതിന് പിന്നിൽ. അദ്ദേഹത്തിന് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ജീവന് പോലും ഭയമുണ്ട്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ, കാലങ്ങളായി കരിമ്പം ഫാമിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരനാണ് VV രൂപേഷ്. അദ്ദേഹമാണ് ഇത്തരമൊരു ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് കരിമ്പം ഫാമിൽ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കരിമ്പം ഫാമിൽ ചില അഴിമതികൾ നടന്നിട്ടുണ്ട്. ആ അഴിമതിയുടെ വിവരങ്ങൾ ചില മാധ്യമങ്ങളിൽ വരികയും ചെയ്തു. ആ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് ഈ രൂപേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അക്രമം നടത്തിയതെന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇതേ ഫാമിലെ ജീവനക്കാരനും CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപ് ഈ കരിമ്പം ഫാമിലെത്തി അവിടെ ഒപ്പിട്ട ശേഷം മറ്റ് പാർട്ടി പരിപാടികൾക്ക് പോകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അത് ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് വലിയ വിരോധം തനിക്കെതിരെ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിരന്തരം തന്നെ ദ്രോഹിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. മാത്രമല്ല, തൊട്ടടുത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സമീപത്തൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോയ സമയത്ത് അവിടെ ഗാനമേള കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ CPMകാർ ഈ രൂപേഷിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് രൂപേഷ് പറയുന്നത്.
മാത്രമല്ല ഈ രൂപേഷിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ ബന്ധുവിനെയും CPM-കാർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ഫാമിന് പുറത്ത് ഈ രൂപേഷിനെ കുറിച്ച് അനാവശ്യങ്ങൾ എഴുതി വെക്കുക, ഭീഷണി പോസ്റ്ററുകൾ പതിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ CPM-കാർ ചെയ്യുന്നുണ്ടെന്നും രൂപേഷ് പറയുന്നുണ്ട്. ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് തനിക്ക് നിലവിലുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയും അപായപ്പെടുത്തുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തന്റെ ജോലിയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ എന്ന കാര്യത്തിൽ കൂടി അദ്ദേഹത്തിന് സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മുന്നേ ഒരു കാലവർഷ സമയത്ത് അവിടെ ഷെഡ് തകർന്നു വീണ് ലക്ഷക്കണക്കിന് രൂപയുടെ തൈകൾ പല ചെടികളും നശിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് മാധ്യമങ്ങളിൽ വന്നു. എന്നാൽ ആ റിപ്പോർട്ട് കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി മാധ്യമങ്ങളിൽ വരുന്നൊരു സാഹചര്യമുണ്ടായി. ഇതൊക്കെ നൽകിയത് രൂപേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രൂപേഷ് ഈ കരിമ്പം ഫാമിനെതിരെ അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ക്രൂരമായി ആക്രമിക്കുകയാണ് ചെയ്തതെന്നാണ് രൂപേഷ് പറയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ രൂപേഷ് തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ്. അതെ, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ വിവാദമായ പത്തനംതിട്ട പീഡന കേസിൻ്റെ പേരിലും തട്ടിപ്പ്. പോക്സോ കേസ് പ്രതിയുടെ അമ്മയാണ് തട്ടിപ്പിനിരയായത്. കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്നും 8.65 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ചെന്നീർക്കര തോട്ടുപുറം സ്വദേശി ജോമോനെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, ഒരാളൊരു പീഡന കേസിൽ പെടുന്നു, ആ ആളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു. എന്തെല്ലാം രീതിയിൽ പണം തട്ടാം അല്ലേ എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. മിഥുൻ മുരളി, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ട കേസാണ് പത്തനംതിട്ട പോക്സോ കേസ്. 59ഓളം പ്രതികളുള്ള കേസാണ്. ഈ കേസിലെ പ്രതിയെ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. ചെന്നീർക്കര സ്വദേശി ജോമോനാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇയാളെ പോലീസ് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, അറസ്റ്റ് രേഖപ്പെടുത്തി, FIR ഇട്ടിട്ടുണ്ട്. റിമാൻഡ് അടക്കമുള്ള നടപടികളിലേക്ക് ഇന്ന് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 8,65,000 രൂപയാണ് പോക്സോ കേസിലെ പ്രതിയുടെ അമ്മയെ പറ്റിച്ചുകൊണ്ട് ഇയാൾ കബളിപ്പിച്ച് നേടിയെടുത്തത്. വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ കബളിപ്പിക്കൽ നടത്തിയത്. പോലീസിന് നൽകാനും ഒപ്പം അഭിഭാഷകന് നൽകാനും ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്രയും വലിയ തുക പ്രതിയുടെ അമ്മയെ നിന്നും ഇയാൾ തട്ടിയെടുത്തത്. അതും പത്തനംതിട്ട പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ചുകൊണ്ടായിരുന്നു 2 തവണയിലധികം ഇയാൾ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഭിഭാഷകന് നൽകണം, ഒപ്പം പോലീസിന് പണം നൽകണം, കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാം. ജാമ്യ വ്യവസ്ഥകൾ കിട്ടാത്ത മരണം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് മകൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി പോലീസിനും അഭിഭാഷകനും നൽകിക്കൊണ്ട് ജാമ്യത്തിൽ മകനെ ഇറക്കുന്നതിനുമൊക്കെ വലിയ പണം ആവശ്യമാണ്. ആ തുക തനിക്ക് തന്നാൽ താൻ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് പോലീസിനും അഭിഭാഷകനും ഒക്കെ ഇടയിലുള്ള ആളായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മകനെ രക്ഷിച്ചെടുക്കാം എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു പോക്സോ കേസ് പ്രതിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും 8,65,000 രൂപ ഇയാൾ 5 തവണകളായിട്ട് തട്ടിയെടുത്തത്. 2,25,000 രൂപ, 15,000 രൂപ, 1.5 ലക്ഷം രൂപ, ഇങ്ങനെ 5 തവണകൾ. ഈ 5 തവണകളും പണം തട്ടിയെടുക്കുമ്പോൾ ഓരോ ആവശ്യങ്ങൾ ഇയാൾ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിയുടെ അമ്മയെ വിശ്വസിപ്പിച്ചിരുന്നു. ഓരോ തവണയും ചിലപ്പോൾ അഭിഭാഷകന് നൽകാനെന്ന് പറയും, ചിലപ്പോൾ പോലീസിന് നൽകാനെന്ന് പറയും, ചിലപ്പോൾ ഈ പ്രതിയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തിറക്കാനാണെന്ന് വിശ്വസിപ്പിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിയുടെ അമ്മയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ 8,65,000 രൂപ 5 ഘട്ടങ്ങളിലായിട്ട് ഇയാൾ തട്ടിയെടുത്തത്. 2 തവണ പോലീസ് സ്റ്റേഷന് സമീപത്ത് ഈ പ്രതിയുടെ രക്ഷിതാക്കൾ എത്തിയപ്പോൾ അവിടെ വെച്ചുകൊണ്ടും ഇയാൾ തട്ടിപ്പ് നടത്തി. പിന്നീട് ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ഈ അഭിഭാഷകന് നൽകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തിയ ആൾക്ക് പണം നൽകിയതിനെ സംബന്ധിച്ച് അയാൾ അന്വേഷിച്ചു, ആ കുടുംബം അന്വേഷിച്ചു. അപ്പോൾ അഭിഭാഷകൻ പറഞ്ഞത് തനിക്ക് ഈ കേസുമായി ബന്ധമൊന്നുമില്ല, തനിക്ക് പണമൊന്നും ലഭിച്ചിട്ടില്ല, ആരും ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സമീപിച്ചിട്ടില്ല എന്ന് അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ചാണ് പത്തനംതിട്ട DYSPയെ ഈ പ്രതിയുടെ അമ്മ പരാതിയുമായിട്ട് സമീപിക്കുന്നത്. പിന്നീട് പോലീസ് ഗൗരവമായി തന്നെ ഈ അന്വേഷണം നടത്തുകയും ചെയ്തത്. 59ഓളം പ്രതികൾ ഉൾപ്പെട്ട കേസായതുകൊണ്ട് ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു എന്ന് പോലീസിന്
പോലീസിന് വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് അത് വലിയ രീതിയിൽ ഗൗരവമായി തന്നെ കണക്കിലെടുക്കുകയും ഈ പ്രതിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണങ്ങൾ നടത്തുകയുമായിരുന്നു. പിന്നീട് ഇന്നലെ ഇയാളുടെ തോട്ടുപുറത്തുള്ള ചെന്നിർക്കരയിലുള്ള വീട്ടിൽ നിന്നും ജോമോനെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും FIR ഇടുകയും തുടർ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. നീതിന്യായ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെ മറ്റ് പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയ പ്രതിക്കെതിരെ തക്കതായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പത്തനംതിട്ട DYSP അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു സംഭവം പത്തനംതിട്ട പോക്സോ കേസ്, ആ കേസുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കൽ നടക്കുന്നു. പ്രതിയുടെ അമ്മയെ കബളിപ്പിച്ചുകൊണ്ട് 8,60,000 രൂപ ഈ തട്ടിപ്പുകാരനായ ജോമോൻ എന്നയാൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നു, അതും 5 ഘട്ടങ്ങളിലായിട്ട്. വിനോദ്. അതെ, പത്തനംതിട്ടയിലെ ഏറെ കൊള്ളടക്കം ഉണ്ടാക്കിയ പോക്സോ കേസിലെ പ്രതികളെ കേസിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രതിയുടെ അമ്മയിൽ നിന്നും 8,60,000 രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതി വരുന്നു. അതിന്മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി. കാലമേറെ മാറിയെങ്കിലും പഴയ ആചാരങ്ങൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു നാടുണ്ട് മലപ്പുറം ജില്ലയിൽ. നോമ്പുകാലത്ത് ബാങ്ക് വിളി സമയം ഇപ്പോഴും കതിന വെടിയൊച്ചയിൽ കേട്ട് നോമ്പ് തുറക്കുകയാണ് ഒരു ഗ്രാമം. മലപ്പുറം വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിലാണ് ഇന്നും കതിന വെടി പൊട്ടിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപേയുള്ള ആചാരം. സാങ്കേതിക വിദ്യകൾ വളർന്നതോടെ പല ആചാരങ്ങളും കാലക്രമേണ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് ഇവിടെ. അത്താഴത്തിന് മുൻപ് പുലർച്ചെ ബാങ്ക് വിളിക്കുമ്പോഴും നോമ്പ് തുറക്കും മുൻപ് മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോഴും കദീനവെടി പൊട്ടിച്ചായിരുന്നു പ്രദേശവാസികൾ പണ്ട് കാലത്ത് ഇവ അറിഞ്ഞിരുന്നത്. അന്ന് പള്ളികൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കദീനവെടി കേൾക്കാനായി ഇസ്ലാം മത വിശ്വാസികൾ കാതോർക്കുമായിരുന്നു. ഇന്ന് കാലം ഏറെ മാറിയെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ് വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളിയിൽ. മുമ്പേ എന്താ വെച്ചാൽ 2 സെക്കൻഡ് മുന്നിലാണ് വെടിവെട്ടൽ, ബാങ്ക് കൊടുക്കൽ, നോമ്പിന് മാത്രം. എന്താ വെച്ചാൽ ഈ നോമ്പ് നഷ്ടപ്പെട്ടു പോകണ്ടെന്നുള്ളൊരു ഉദ്ദേശം നമ്മളെ വലിയ ഉസ്താദ് കാലി പിന്നെ കണ്ണിയത്ത് ഉസ്താദുള്ള കാലഘട്ടത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ചിട്ട് 2 സെക്കൻഡ് വൈകിയാണ് മേലെ പള്ളിയിലെ ബാങ്ക് കൊടുക്കൽ. ഇപ്പോഴും പല ആളുകളും പല ബാങ്കിലും ആയതുകൊണ്ട് ചിലവർക്ക് പ്രയാസങ്ങളുണ്ട്. അപ്പോൾ വെടി കാത്തിക്കുന്ന ആളുകൾ പലരുണ്ട്. അങ്ങനെയാണ് വെടി ഉദ്ദേശിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 5-8 കിലോമീറ്റർ ചുറ്റളവിൽ ഈ വെടി ശ്രദ്ധിക്കുന്നവരും കേൾക്കുന്നവരുണ്ട്. 8 കിലോമീറ്റർ ചുറ്റളവിൽ വെടിയൊച്ച കേൾക്കാം. പെരുന്നാൾ അറിയിക്കുന്നതിനും കദീന വെടി മുഴക്കും. ഒരു കാലത്ത് ഈ വെടിയൊച്ച കേട്ടായിരുന്നു നോമ്പ് തുറക്കൽ. ആ കാലഘട്ടങ്ങളിൽ ഇത് ഉച്ചഭാഷണമൊന്നും ഇല്ലാത്ത സമയത്തിൽ വെടി പ്രതീക്ഷിച്ച ആളുകൾ അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെട്ടുപാറ, ചീക്കോട്, പിന്നെ വാവൂര് മുതൽക്ക് പിന്നെ മാവൂര് അക്കരെ കൽപ്പള്ളി, പിന്നെ മൊക്കായി ഇതിൻ്റെ അങ്ങോട്ട് പോകുന്ന കൊട്ടാങ്കലിൻ്റെ പുറത്ത് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഏരിയകളൊക്കെ കൽപ്പള്ളി, ചെറുപ്പ, പിന്നെ ഇവിടെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളിലൊക്കെ ചുറ്റുപാട് ഒരു 5-8 കിലോമീറ്റർ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലായതുകൊണ്ടൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത് കേൾക്കും. അപ്പോൾ ഇത് ചിലവിൽ ഇങ്ങനെ താങ്ങി പ്രായം കൂടിയ ആളുകൾക്കാണ് കൂടുതൽ വെടി കാത്തിക്കുക. അപ്പം ഇപ്പോൾ ചിലവിൽ പിന്നെ എല്ലാവരും ഇപ്പോൾ ബാങ്കോട് കൊടുക്കുമ്പോഴേക്ക് ഏത് ബാങ്കായാലും കേട്ടാൽ മുമ്പ് തുറക്കണമല്ലുണ്ടാവും. പക്ഷേ പ്രായം കൂടിയ ആളുകൾക്ക് ചിലർക്ക് ഇത് വെടി തന്നെ കേൾക്കണം. കഴിഞ്ഞ 41 വർഷമായി MC അബ്ദുള്ളയാണ് പള്ളിയിൽ കദീന പൊട്ടിക്കുന്നത്. സാധാരണ കദീന പൊട്ടിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടെ കദീനയിൽ വെടിമരുന്ന് നിറച്ച് പൊട്ടിക്കുക. ജനം, മലപ്പുറം. ഈ സമയം അറിയാനാണ് ഈ കതിന പൊട്ടിക്കുന്നത്. അപ്പോൾ പുത്തൻപുലരിയുടെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കതിന കൂടി പൊട്ടിക്കാം അല്ലേ? ഓക്കെ, സമയമായിരിക്കുന്നു. പുത്തൻപുലരി അവസാനിക്കുകയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് തുടങ്ങും. നമസ്തേ.